എന്നുള്ള ചാപ്റ്ററിലെ കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വേഗം ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. ഇനി അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ ടോപ്പിക് വൈസ് മാത്രം കവർ ചെയ്ത് പോവുക ചെയ്തത്. ഫസ്റ്റ് വണ്, ഇലക്ട്രിക് ഫ്ലക്സ് ഇൻ SI യൂണിറ്റ് ത്രൂ എനി ഫേസ് ഓഫ് എ ക്യൂബ് due to a positive charge Q situated at the center of a cube is. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ രണ്ട് ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് E ഡോട്ട് DS ഉം രണ്ടാമത്തേത് നമ്മളുടെ ഗോസസ് ലോ യൂസ് ചെയ്തിട്ട് Q ബൈ എപ്സിലോൺ 0 എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചാർജ് ക്യാപിറ്റൽ Q ആണ് തന്നിട്ടുള്ളത്. ചാർജ് ക്യാപിറ്റൽ Q ആണ് തന്നിട്ടുള്ളത്. പിന്നെ അവർ ക്യൂബ് ആണെന്ന് പറയുന്നുണ്ട്. സോ ക്യൂബ് എന്ന് പറയുമ്പോൾ അതൊരു ക്ലോസ്ഡ് ഫിഗർ അല്ലേ? ആ ക്ലോസ്ഡ് ഫിഗർ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ വേഗം ഗോസസ് ലോ യൂസ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടെത്തിക്കാം. അതിലെ ഒരു ഫേസിലുള്ളത് എന്നാ ചോദിച്ചിട്ടുള്ളത്. ടോട്ടലി എത്ര ഫേസ് ആണ് ക്യൂബിന് നോക്കണം കേട്ടോ. നോക്ക്, ഫ്ലക്സ് എന്ന് പറയണത് ഫൈ ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0. ഇവിടെ നമുക്ക് ക്യൂബിലെ ഏതെങ്കിലും ഒരു ഫേസിൽ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫൈ ത്രൂ എ ഫേസ്, ക്യൂബിന് ടോട്ടലി 6 ഫേസസ് ആണ് വരുന്നത് അല്ലെ? അതിൽ ഒരു ഫേസിൽ എന്ന് പറയുമ്പോൾ 1/6 ഇൻറ്റു ഇവിടുത്തെ ചാർജ് തന്നിട്ടുള്ളത് ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അപ്പൊ നമ്മളുടെ ആൻസർ വരുമ്പോൾ Q/6 എപ്സിലോൺ 0 എന്ന് വരും. Q/6 എപ്സിലോൺ 0. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എപ്സിലോൺ 0 ആൻഡ് mu0 ആർ റെസ്പെക്റ്റീവ്ലി പെർമിറ്റിവിറ്റി ഇലക്ട്രിക്കൽ എന്നുണ്ട്, അത് പോട്ടെ. പെർമിറ്റിവിറ്റി ആൻഡ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് വാക്യൂം, ദി ഡയമെൻഷനൽ ഫോർമുല ഫോർ 1/√mu0 എപ്സിലോൺ 0 ഈസ്. ഇതേ സാധനം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡയമെൻഷൻ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ പഠിക്കുന്ന ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. C ഈക്വൽ ടു 1/√mu0 എപ്സിലോൺ 0 എന്നാണ് വരുന്നത്. അതായത് ഇവിടെ C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്നുള്ളതാണ് ഏതെന്ന് പറയണത്? C എന്ന് പറയണത്. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റ് ഓക്കെ ഇൻ വാക്യൂം എന്നുണ്ട്. അപ്പൊ C എന്ന് പറയുന്നത് സ്പീഡാണ്. സ്പീഡിന് ഈക്വൽ ആണ് ഈ 1/√mu0 എപ്സിലോൺ 0 എന്നുള്ള വാല്യൂ വരുന്നതെന്നുണ്ടെങ്കിൽ സ്പീഡിന്റെ ഡയമെൻഷൻ എന്താ? LT⁻⁻1 അല്ലെ? മീറ്റർ പെർ സെക്കൻഡ്. സോ LT⁻⁻1. അതിലേതാ? എമ്മിന്റെ പവറിൽ 0 ആയിരിക്കും. സോ നമ്മളുടെ ഇക്വേഷൻ വരുന്നത് m⁻⁻0 LT⁻⁻1. Next one. An electron placed in an electric field experiences a force of 1 Newton.
അപ്പൊ ഒരു ഫോഴ്സ് തന്നിട്ടുണ്ട് 1 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഇലക്ട്രോൺ ആണ് വെച്ചിട്ടുള്ളത്. ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ അതിന്റെ ചാർജ് നമ്മൾ ഇ എന്നല്ലേ ഡിനോട്ട് ചെയ്യുക. അപ്പൊ ക്യൂ എന്ന് പറയണത് ഇ എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വാട്ട് ആർ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും കാണണം, ഡയറക്ഷനും കാണണം. ഓക്കെ, അറ്റ് ദ പോയിന്റ് വേർ ഇലക്ട്രോൺ ഈസ് ലൊക്കേറ്റഡ്. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സ് തന്നാല്, ഫോഴ്സ് അവിടെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ എന്നാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ എന്ന് കൊടുത്തു. എഫ് ഫോഴ്സ് നമുക്ക് തന്നിട്ടുള്ളത് 1 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ. അപ്പൊ നമ്മളുടെ ഓപ്ഷൻ വരുന്നത് 1/E. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ കൂളം എന്നാണ്. അപ്പൊ 1/E ന്യൂട്ടൺ പെർ കൂളം. 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഡയറക്ഷനും കൂടി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്യാത്തവരൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേ. ഏ ക്യൂ ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ്. ഇലക്ട്രോണിന്റെ ചാർജ് 1.6 into 10⁻⁻⁹ അല്ലേ? അത് നമ്മൾ കൊടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഇ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി 1.6 into 10⁻⁻⁹ വാല്യൂ കൊടുക്കാം. അത് ഓപ്ഷനനുസരിച്ച് കൊടുക്കാം. നമുക്കിവിടെ ഓപ്ഷനിൽ അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും തന്നിട്ടില്ല. സോ നമ്മൾ നേരിട്ട് കൊടുത്തു 1/E ന്യൂട്ടൺ പെർ കൂളം. 1 ആണ് ഫോഴ്സ് 1 എന്ന് കൊടുത്തു, ബൈ ഇ എന്നുള്ള ന്യൂട്ടൺ പെർ കൂളം എന്നുള്ള കാര്യവും കൊടുത്തു. ഇനി നമ്മള് അതൊന്ന് നമുക്ക് നോട്ടിന്റെ ഭാഗത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഡയറക്ഷൻ നമ്മൾ പറയുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ ഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി, ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡും ഫോഴ്സും തമ്മിൽ എപ്പോഴും ഡയറക്ഷൻ ചോദിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയണത്, നമ്മള് പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നോക്കിക്കോ പറയുന്ന കാര്യം, ഫസ്റ്റ് പോസിറ്റീവ് ചാർജ് ആണ് നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, placed in an electric field. Positive charge placed in an electric field. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്കറിയാം, പോസിറ്റീവ് ടു നെഗറ്റീവ് എന്നാണ്. മറ്റൊരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വെക്കുകയാണ്. അതായത് ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജും തമ്മിൽ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വേറൊരു പോസിറ്റീവ് ചാർജ് പ്ലേസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ്ക്കാണ്. അതറിയാലോ, ഇത് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് എവിടേക്ക് അട്രാക്റ്റഡ് ആവുക? നെഗറ്റീവ്ക്കാണ് അട്രാക്റ്റഡ് ആവുക. അപ്പൊ ആ കാര്യം, അതായത് ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ വേറൊരു ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള രൂപത്തിൽ ഞാൻ ആദ്യം ഇവിടെ ഒരു പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്.
ഇനി ഒരു പോസിറ്റീവ് ചാർജ് ആണ് പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും നെഗറ്റീവിലേക്കല്ലേ അട്രാക്റ്റഡ് ആവുക. പോസിറ്റീവിൽ നിന്ന് റിപ്പൽ ചെയ്യും. അപ്പോ അതും പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് വരിക. അതായത് സെയിം ഡയറക്ഷനിലാണ് വരിക. അതൊന്ന് ഓർത്തു വെക്കുക. രണ്ടാമത്തേത് നെഗറ്റീവ് ചാർജ് ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. നെഗറ്റീവ് ചാർജ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, നെഗറ്റീവ് ചാർജ് ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഓൾറെഡി അവിടെ മറ്റേതോ ഒരു ചാർജ് കാരണം ഉണ്ടായ പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇത് കാരണം ഉണ്ടായ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, വേറൊരു ചാർജിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ നോക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ പഠിച്ചിട്ടുള്ളത് പോസിറ്റീവ് ടു നെഗറ്റീവ് എന്നാണ്. പക്ഷെ നെഗറ്റീവ് ചാർജിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എവിടേക്കാ അട്രാക്റ്റഡ് ആവുക, പോസിറ്റീവിലേക്കാണ് അട്രാക്റ്റഡ് ആവുക. അപ്പൊ നെഗറ്റീവ് ചാർജ് ആണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് വരിക. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, രണ്ടും സെയിം ഡയറക്ഷനിലാണ് വരിക. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ചാർജ് മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലല്ലേ ഫോഴ്സ് എന്ന് പറയണത്. ഓക്കെ, ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഫോഴ്സും ഇതേപോലെ ചാർജിന്റെ മോഷൻ എങ്ങോട്ടാണോ അതാണ് ഫോഴ്സിന്റെ മോഷനും. ഇനി അത് മനസ്സിലാക്കിക്കോളൂ, അവിടെ തന്നെ കൊടുക്കുക. വേണമെങ്കിൽ ഫോഴ്സ് സെയിം ഡയറക്ഷൻ, ചാർജിന്റെ മോഷൻ എങ്ങോട്ടാണോ അതന്നെയാണ് ഫോഴ്സിന്റെ ഡയറക്ഷനും വരിക, നെഗറ്റീവ്. അപ്പൊ ഇവിടെ ഓപ്പോസിറ്റ് ആണ് വരിക. ഓക്കെ, ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇലക്ട്രോൺ ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ ഫിഗർ പ്രകാരം ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റിലാണ് നെഗറ്റീവ്. ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജ് അല്ലേ. അപ്പൊ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഈ ചാർജ് അതിന്റെ ഓപ്പോസിറ്റിലാണ് മൂവ് ചെയ്യുക. ഓപ്പോസിറ്റിൽ മൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ആ ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും ഫോഴ്സും ഇവിടെ തന്ന ഓപ്ഷനിൽ എഗെയിൻസ്റ്റ് ഈച്ച് അതർ. അപ്പൊ നമുക്ക് ഓപ്ഷൻ കിട്ടിയിട്ടുള്ളത് 1/e എന്നാണ്. എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഫോഴ്സ് ആർ എഗെയിൻസ്റ്റ് ഈച്ച് അതർ, അതായത് ബി ഓപ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് Q1 +2 മൈക്രോകൂളം ആൻഡ് Q2. ഓക്കെ, ഇതും പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ കോൺസെപ്റ്റ് അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മള് വെച്ചിട്ടുള്ള നമുക്ക് രണ്ട് ചാർജസിന്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് 0 വരുന്ന ആ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് എന്നുള്ള രൂപത്തിലാണ് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, രണ്ട് ചാർജസിന്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 വരുന്ന പോയിന്റ് കാണാം. ഇലക്ട്രിക് ഫീൽഡ് 0 വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ന്യൂട്രൽ പോയിന്റ് എന്നാണ് പറയുക. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെയും തരാം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് 0 വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എന്തെന്നാ പറയാ, ന്യൂട്രൽ പോയിന്റ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് 0 വരുന്ന അങ്ങനെയുള്ള ഒരു പോയിന്റ് നമ്മളോട് കാണാൻ പറയാണ്. രണ്ട് ചാർജ് വെച്ചതിന്റെ ഇടയിലുള്ള ന്യൂട്രൽ പോയിന്റ് കാണാൻ പറഞ്ഞാൽ അവിടെ രണ്ട് കേസ് നമുക്ക് പഠിക്കണം. ഒന്ന് നമ്മള് ലൈക്ക് ചാർജസ് ആണ് എന്നുണ്ടെങ്കിൽ, രണ്ടും വെച്ചിട്ടുള്ളത് ലൈക്ക് ചാർജസ് ആണ്. ലൈക്ക് ചാർജസ് വെക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് +Q ആണെന്നുണ്ടെങ്കിൽ മറ്റേതും +Q തന്നെ വെക്കുക. പോസിറ്റീവ് ചാർജ് ആണ് നോക്കണത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ല ട്ടാ. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഏതാ, പോസിറ്റീവ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാ, നെഗറ്റീവ്. ഇങ്ങനെ ഇതിലേതെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മള് അവിടെ ചെയ്യേണ്ടത് രണ്ട് ചാർജ് വെച്ച പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്യുമല്ലോ. ആ മാർക്ക് ചെയ്യുന്ന എ എന്ന് മാർക്ക് ചെയ്യുന്ന ബി എന്നും മാർക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ ന്യൂട്രൽ പോയിന്റിനെ കൺസിഡർ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കണേ, ന്യൂട്രൽ പോയിന്റിനെ കൺസിഡർ ചെയ്യേണ്ടത് പുറത്തേക്കല്ല. ഓക്കെ, പുറത്തേക്കല്ല കൺസിഡർ ചെയ്യേണ്ടത്, ഈ രണ്ട് ചാർജിന്റെ ഇടയിലേ ആ ന്യൂട്രൽ പോയിന്റ് വരുള്ളൂ. ഇതാണ് നമ്മളുടെ ന്യൂട്രൽ പോയിന്റ്. പുറത്തേക്ക് ഒരു കാരണവശാലും അവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 വരുന്ന പോയിന്റ് വരില്ല. എപ്പോ ലൈക്ക് ചാർജസ് ആണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ പോയിന്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഈ പോയിന്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എന്റെ അടുത്തേക്ക് വരുമോ ബിന്റെ അടുത്തേക്ക് വരുമോ എന്നുള്ളതും കൂടി നോക്കണം.
അപ്പൊ എന്റെ അടുത്തേക്കാണോ ബിന്റെ അടുത്തേക്കാണോ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ന്യൂട്രൽ പോയിന്റ് നമ്മൾ ലൈസ് നിയർ ടു, ഇപ്പൊ ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ അത് ലൈസ് നിയർ ടു എന്ത് വരും, സ്മോളർ ചാർജ്. ലൈസ് നിയർ ടു സ്മോളർ ചാർജ്. സ്മോളർ ചാർജിന്റെ അടുത്തേക്കായിരിക്കും ഈ ന്യൂട്രൽ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടി വരിക. നിയറർ ടു സ്മോളർ ചാർജ്. ഓക്കെ, തന്നതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതിന്റെ അടുത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതന്നെ നമുക്ക് എന്തിന്റെ കേസിലും വരാം, അൺലൈക്ക് ചാർജസും തരാം. ഒന്നൊരു +2 കൂളമ്പും ഒന്നൊരു -5 കൂളമ്പ്, അങ്ങനെയുള്ള രൂപത്തിലാണ് നമുക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഓക്കെ, രണ്ടാമത്തെ കേസ് അൺലൈക്ക് ചാർജസ്. ആ പോയിന്റ് എടുക്കേണ്ട പൊസിഷൻ മാത്രമാണ് കേട്ടോ പറയണത്, ബാക്കി കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ, അൺലൈക്ക് ചാർജസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, ഇത് അൺലൈക്ക് ചാർജസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരേ ഒരു ഓപ്ഷൻ, ഒന്നിക്ക് ഫസ്റ്റ് ചാർജ് പോസിറ്റീവും രണ്ടാമത്തെ ചാർജ് നെഗറ്റീവും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വരിക. ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ അതിൽ ചാർജ് മാർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു പൊസിഷൻ വേണം, എ എന്ന് പറഞ്ഞ പൊസിഷൻ ഉണ്ട്, ബി എന്ന് പറഞ്ഞ പൊസിഷൻ ഉണ്ട്. ഓക്കെ, ആ രണ്ട് ചാർജസിനെ നമ്മൾ മാർക്ക് ചെയ്തു. ഈ ചാർജസിനെ മാർക്ക് ചെയ്യുമ്പോൾ ഏതാണോ സ്മോൾ ചാർജ്, ഓക്കെ, ഏതാണോ സ്മോൾ ചാർജ് മാഗ്നിറ്റ്യൂഡ് വൈസ് ചെറുത് ഏതാണോ അതിന്റെ അടുത്തേക്കാണ് എന്ത് വരിക, ഒരു മിനിറ്റ്, ഈ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലോ. ഏതാണോ സ്മോളർ ചാർജ്, അപ്പൊ എനിക്ക് ആദ്യം ഇവിടെ സ്മോളർ ചാർജ് മാർക്ക് ചെയ്യണം കേട്ടോ. ഏതാണോ സ്മോളർ ചാർജ്, ഇപ്പൊ ഞാൻ ഇവിടെ ബി ആണ് സ്മോളർ ചാർജ് എന്നുണ്ടെങ്കിൽ അതിന്റെ പുറത്തേക്കായിട്ടാണ് എന്ത് വരിക, ന്യൂട്രൽ പോയിന്റ് എടുക്കുക. ഇവിടെ ഉള്ളിലല്ല ന്യൂട്രൽ പോയിന്റ് വരിക. ന്യൂട്രൽ പോയിന്റ് എടുക്കുമ്പോൾ ആ ഡിസ്റ്റൻസ് എങ്ങോട്ട് മാർക്ക് ചെയ്യണം, ദാ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെയായിട്ടാണ് എന്ത് വരിക, ആ ന്യൂട്രൽ പോയിന്റ് വരിക. ന്യൂട്രൽ പോയിന്റ്, ഓക്കെ, എവിടെയാണോ സ്മോൾ ചാർജ് അതിനടുത്തേക്ക് ഔട്ട്സൈഡിലായിട്ടാണ്. ഇവിടെ എപ്പോഴും എന്തായിരിക്കും, ന്യൂട്രൽ പോയിന്റ് എവിടെയായിരിക്കും, ഔട്ട്സൈഡ് ആയിരിക്കും, പുറത്തേക്കാണ് വരിക. ആൻഡ് ഒരൊറ്റ കണ്ടീഷൻ പറയണത് ന്യൂട്രൽ പോയിന്റ് എന്തിന്റെ അടുത്തേക്കാണ്, എപ്പോഴും സ്മോൾ ചാർജിന്റെ അടുത്തേക്ക്, നിയർ ടു സ്മോൾ ചാർജ്. സ്മോൾ ചാർജിന് അടുത്തേക്കായിരിക്കും നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് ചെയ്തു പോവുക. ആദ്യം നിങ്ങൾ ഈ പോയിന്റ് മാർക്ക് ചെയ്യേണ്ട പൊസിഷൻ ഏതാണെന്നുള്ളത് നല്ലോണം മനസ്സിലാക്കി വെക്കുക. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ന്യൂട്രൽ പോയിന്റ് എന്നുള്ള ഈ സംഭവം ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേ, പോയിന്റ് മാർക്ക് ചെയ്യേണ്ട പൊസിഷൻ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇതിലധികം അൺലൈക്ക് ചാർജസിന്റെ കേസ് വല്ലാതെ ചോദിക്കാറില്ല. മോസ്റ്റ്ലി ചോദിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ലൈക്ക് ചാർജസിന്റെ കേസ് തന്നെയാണ്. അൺലൈക്ക് ചാർജസിന്റെ കേസ് നമ്മൾ ഐ തിങ്ക് ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യന് നോട്ടിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നോക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, കഴിഞ്ഞു അല്ലെ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജസ് Q1 plus Q microcoulombs and Q2 plus 8 microcoulomb. ഓക്കെ, അപ്പൊ രണ്ട് ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് +2 microcoulomb, രണ്ടാമത്തേത് +8 microcoulomb ഈസ് എത്രയാണ്, 15 സെന്റിമീറ്റർ. ഇതിനിടയിലുള്ള ഈ ഡിസ്റ്റൻസ് തന്നിട്ടുള്ളത് 15 സെന്റിമീറ്റർ ആണ്. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ചാർജ് Q1. Q1 എന്ന് പറയുന്നത് ഇതല്ലേ, ഇതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയെന്നാണ് കാണേണ്ടത്. ടു ദ പോയിന്റ് ഓൺ ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ ടു ചാർജസ്, ആ രണ്ട് ചാർജറിന് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്. ഓക്കെ, വേർ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് സീറോ.
ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് ന്യൂട്രൽ പോയിന്റ് കണ്ടെത്തണം എന്നുള്ളത് ഓർക്കുക. അപ്പൊ ന്യൂട്രൽ പോയിന്റ് ഇടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്മോൾ മാഗ്നിറ്റ്യൂഡ് അടുത്തേക്കായിട്ട് ന്യൂട്രൽ പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ ഒക്കെ ആയിട്ട് ആ പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ഡിസ്റ്റൻസിന് എക്സ് എന്ന് മാർക്ക് ചെയ്യുന്നു. അതാണ് കാണാനുള്ളത്. ആ ഡിസ്റ്റൻസ് അല്ലെ Q1 എന്നാണ് കാണാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എക്സ് ആ പോയിന്റിലേക്ക് എക്സ് എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്തേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് എന്ന് മാർക്ക് ചെയ്യുക. അത് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ബാക്കി ഡിസ്റ്റൻസ് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് നോക്കണ്ടേ നമുക്ക്. അപ്പൊ ഇത് എന്തെന്ന് വരും? 15 മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ഫീൽഡ് 0 ആവണം എന്നുണ്ടെങ്കിൽ Q1 Q2 കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയാലാണ് അത് ക്യാൻസൽ ചെയ്തിട്ട് 0 ആവുക. അല്ലാതെ രണ്ടും ഒരേ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും 0 വരില്ല. അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വരണം. ഓപ്പോസിറ്റ് വരണം എന്നുള്ളത് മനസ്സിലായി. പിന്നെ ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈക്വലും ആവണം. അപ്പൊ നമുക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്നുള്ള കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ E1 ഈക്വൽ ടു E2. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതും പറയാം 1/4πε0 എന്നുള്ള കോൺസ്റ്റന്റ് രണ്ടിലും വരും അല്ലെ. 1/4πε0. അപ്പൊ ഞാൻ കോൺസ്റ്റന്റ് കൊടുത്തു. ഓക്കെ, പിന്നെന്താ വരുന്നത്? Q/r² എന്നാണ്. ഇവിടുത്തെ Q എന്ന് പറയുന്നത് ആരാ? 2 ഇൻറ്റു മൈക്രോ കൂളം എന്ന് പറയുമ്പോൾ 10⁻⁻6 വരും. ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ഡിസ്റ്റൻസ് എക്സ് ആണ്. അപ്പൊ എക്സിന്റെ സ്ക്വയർ. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ ചാർജ് എന്ന് പറയുന്നത് 8 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 - x ആണ്, അതിന്റെ സ്ക്വയർ. ഓക്കെ, ഇവിടുന്ന് ഇതാ കെ ക്യാൻസൽ ആയിപ്പോയി. 10⁻⁻6 ക്യാൻസൽ ആയിപ്പോയി. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ 2നെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 1 ആവും. 8നെ കട്ട് ചെയ്യുമ്പോൾ 8/2 എന്ന് പറയുമ്പോൾ 4 വരും. ഓക്കെ, അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കിയ സമയത്ത് നമുക്ക് എന്തെന്ന് വന്നു? എന്തെന്ന് വന്നു? ഇവിടെ 1/x² എന്ന് വന്നു. ഇവിടെ എന്തെന്നും വന്നു? 4/15 - x² എന്നും വന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ആദ്യം ഈ സ്ക്വയർ ഉള്ള എക്സ് ഉള്ള ടേംസിന് ഒരു സൈഡിലേക്ക് എടുക്കുന്നത്. അപ്പൊ 15 - x ഡിവൈഡഡ് ബൈ എക്സ്, രണ്ടിനും സ്ക്വയർ ഉണ്ടായതുകൊണ്ട് ഓൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു അവിടെ 4/1. ഓക്കെ, സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ അത് റൂട്ടായി മാറിയില്ലേ. അപ്പൊ നമുക്ക് 15 - x ഡിവൈഡഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു √4 എന്ന് വരും. 4/1 എന്ന് പറഞ്ഞാൽ റൂട്ടാണ്. അപ്പൊ √4 എന്ന് വന്നു. 15 - x ഈസ് ഈക്വൽ ടു √4 എന്ന് പറഞ്ഞാൽ 2. ഈ എക്സിനെ ഇങ്ങോട്ട് എടുത്താൽ 2x. ഈ -x അപ്പുറത്തേക്ക് പോയാൽ 15 ഈക്വൽ ടു 2x + x എന്ന് വരും. ഓക്കെ, 2x + x. അപ്പൊ 15 ഈസ് ഈക്വൽ ടു നമുക്ക് ആൻസർ 3x എന്ന് വന്നു. നമുക്ക് കാണേണ്ടതായ x എന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ. സോ x ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? 15/3. എക്സിന്റെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടി? 3 എന്ന് കിട്ടി. ഓക്കെ, അതാ ഓപ്ഷനിൽ ഏത് വരുന്നത്? 3 എന്ന് വരുന്നു. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ല 15/3 എന്ന് പറയുമ്പോ 5 അല്ലേ വരിക? 15/3 എന്ന് പറയുമ്പോ 5 വരും. ഓക്കെ, ഷോ 15/3 എന്ന് വരുമ്പോ 5. അപ്പൊ ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. വാല്യൂ 5 വരും. നമ്മളോട് Q1ന്റെ അടുത്തേക്കുള്ള ചോദിച്ചിരിക്കണ്. Q1 എന്ന് പറഞ്ഞതാണ് ചാർജ് കുറവ്. അതിന്റെ അടുത്തേക്കുള്ളതാണ് നമ്മൾ എന്ത് എടുത്തിട്ടുള്ളത്? എക്സ് എന്ന് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 5 എന്ന് കൊടുത്തത്. ഇനി അഥവാ നിങ്ങളോട് Q2ന്റെ അടുത്തേക്കുള്ളതാണ് ചോദിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ 15 - x 15 - x എന്നുള്ളതിന്റെ വാല്യൂ എക്സ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്ത് കാണേണ്ടി വരും? 15 - x എന്നുള്ളതിന്റെ വാല്യൂ കാണേണ്ടി വരും കേട്ടോ. ഓക്കെ, അതൊന്ന് ക്വസ്റ്റ്യൻ അനുസരിച്ച് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 3 point charges. 3 point charges 4q, Q and Q are placed in a straight line of length L
L/2 and L respectively, the net force on the charge Q is 0. ഓക്കെ, ഒരു മിനിറ്റ്, ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, നമുക്ക് ചെയ്യാം കേട്ടോ, വെയിറ്റ് ചെയ്യേ. ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 കൂളം ചാർജ് ഈസ്. ഇത് വേഗം ചെയ്തേ. ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് ചിലർക്കൊക്കെ ഇതിന്റെ വാല്യൂസ് ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഏറ്റവും ബെറ്റർ ഇതിന്റെ വാല്യൂ എന്ത് ചെയ്ത് വെക്കുക എന്നുള്ളത്. 1 കൂളം ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ആൻസർ വരുന്നത് നമുക്കറിയാം 6.25 × 10⁻18 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ ഞാൻ ഒന്ന് ടിക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അതല്ലാന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടവര് നമ്മളുടെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. അതായത് Q = Ne. നമുക്ക് ചാർജ് തന്നിട്ടുള്ളത് 1 കൂളം എന്നാണ്. അപ്പൊ 1 എന്ന് കൊടുത്തു. N ആണ് കാണാനുള്ളത്. E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ ചാർജ്, ദാറ്റ് മീൻസ് 1.6 × 10⁻19 വരും. ഓക്കെ, നമുക്ക് N-ൻ്റെത് കാണണമെന്നുണ്ടെങ്കിൽ 1 / 1.6 × 10⁻19 ഓക്കെ ഈസ് ഈക്വൽ ടു N. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് N-ന്റെ വാല്യൂ കിട്ടുന്നത് എന്തെന്നായിരിക്കും? 6.25 × 10⁻18 എന്നായിരിക്കും. ഓക്കെ, അപ്പൊ അത് നല്ലോണം ഒന്ന് പഠിച്ചു വെക്കുക. ഈ വാല്യൂ ഏറ്റവും ബെറ്റർ പഠിച്ചു വെക്കുന്നതാണ്. ഒരു കൂളം ചാർജിലുള്ള നമ്പർ, ഓക്കെ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? 6.25 × 10⁻18 ആണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. അടുത്തത് അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 2 കൂളം ചാർജ്. അപ്പൊ 1 കൂളം ചാർജിന് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ 2 കൂളം ചാർജിന് കാണാൻ എന്ത് ചെയ്താൽ മതി? അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ പോരെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്ത പോലെ എന്ത് കൊടുക്കുക? Q = Ne ആണ് എന്നുണ്ടെങ്കിൽ N = Q/E വരും. ഓക്കെ, Q എന്ന് പറയുന്നത് എന്ത് വരും? 2 വരും. ഡിവൈഡഡ് ബൈ E എന്ന് പറയുന്നത് 1.6 × 10⁻19. ഈ ബൈ 1.6 × 10⁻19 വരുന്നതാണ് നമ്മൾ എന്തെന്ന് കൊടുത്തിട്ടുള്ളത്? 6.25 എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ദാ ഡയറക്റ്റ് ആ ആൻസറിലേക്ക് തന്നെയാണ് വരുന്നത്. 2 × 6.25 × 10⁻18 എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 2 × 6.25 എന്ന് പറയുമ്പോ 0 വരും. 1 കയ്യിലുണ്ട്. 2 × 2 4 വരും. 4 + 1 എന്ന് പറയുമ്പോ 5 വരും. പിന്നെ പോയിന്റ് ഇട്ട് കൊടുത്തു. 6 × 2 എന്ന് പറയുമ്പോ 12 വരും. 12.50 × 10⁻18. 12 പോയിന്റ് ഇല്ല, പക്ഷെ ഇതാ 1.25 ഉണ്ട്. അപ്പൊ പോയിന്റ് ഷിഫ്റ്റ് ചെയ്താൽ മതി. പോയിന്റ് എന്ത് ചെയ്തെടുക്കണം? ഒന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെടുക്കണം. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ അവിടെ വാല്യൂ കൂടുക ചെയ്യുക. സോ 1.25 × 10⁻19 എന്ന് വരും. 1.25 × 10⁻19. ഓപ്ഷൻ ഡി വരും. ഓക്കെ, നെക്സ്റ്റ്. 2 ചാർജ്ഡ് സ്ഫിയർ separated at a distance D exert a force F on each other if they are immersed in a liquid of dielectric constant 4. Then what is the force? ഓക്കെ, അപ്പൊ അവരൊരു മീഡിയം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ മീഡിയത്തിന്റെ കേസിൽ ഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനും കൂടി. മീഡിയത്തിന്റെ കേസിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എവിടെ? കൂളംസ് ലോ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മീഡിയം വരുന്ന സമയത്ത് ε/m ഡിവൈഡഡ് ബൈ ε0. ഈ R എന്ന് പറഞ്ഞ ε/r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണ്? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റും കൂടിയാണ് കേട്ടോ. K എന്നും കൂടി അതിനെ ഡിനോട്ട് ചെയ്യും. അത് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണെന്നുള്ളതും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അതിൽ ഫോഴ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞത് പ്രകാരം ഒരു എയറിലുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, കൂളംസ് ലോന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രൂപത്തിൽ കൊടുക്കുക കേട്ടോ. കൂളംസ് ലോന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇവിടെ പറഞ്ഞിരുന്നത്. അതിന്റെ റിലേഷൻ പോലെ കൊടുക്കുക.
ഓക്കെ, ശ്രദ്ധിച്ചോ എന്താണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് എയറിലുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അറിയാം, അല്ലെങ്കിൽ ഒരു ഫ്രീ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇനി എഫ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ മാറ്റി എഴുതുമ്പോൾ 1/4π മീഡിയത്തിന്റെ എപ്സിലോൺ ആണ് കാണേണ്ടത് അല്ലെ. അപ്പൊ നമുക്കറിയാം എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ എം ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടുന്ന് മീഡിയത്തിൻ്റെത് കാണുമ്പോൾ എങ്ങനെ വരും? എപ്സിലോൺ എം ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വന്നു? എപ്സിലോൺ 0യും വന്നു, എപ്സിലോൺ ആറും വന്നു. പിന്നെ എന്തുണ്ടാവും? നമ്മളുടെ Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഉണ്ടാവും. ഇതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കുമ്പോ ഈ 1/4πε0 ഈ Q1/Q2 ബൈ ആർ സ്ക്വയർ, ഈ കാര്യം എന്ന് പറയണത് എന്താണ്? എഫ് എയർ അല്ലേ. അപ്പൊ നമുക്ക് ആ റിലേഷൻ അവിടെ തന്നെ കിട്ടി. എഫ് മീഡിയം എന്ന് പറയണത്, ഒരു മീഡിയം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എഫ് എയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ. ഈ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ അത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് എന്നുള്ള ഓർമ്മ കൂടി വേണം. അപ്പൊ എഫ് എയർ ബൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ എന്നുള്ള രൂപത്തിലും നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ മീഡിയം എയറും തമ്മിലുള്ള റിലേഷൻ ഇതാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കത് ക്വസ്റ്റ്യനിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നോക്കിക്കോ, 2 charged spheres are separated by a distance of d. അവരുടെ ഡിസ്റ്റൻസ് d ആണ് തന്നിട്ടുള്ളത്. Exert a force F on each other. Exert a force F on each other if they are immersed in a liquid of dielectric constant. അവര് തന്ന് 4 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇക്വേഷനിൽ എഫ് വെച്ചിട്ട് തന്നെയാണ് പറയണത്. അപ്പൊ ദാ മീഡിയം, ഒരു മീഡിയത്തിലേക്ക് ഇൻസേർട്ട് ചെയ്തു അല്ലെ, ആ ലിക്വിഡിലേക്ക് ഇൻസേർട്ട് ചെയ്ത സമയത്ത്, അപ്പൊ ലിക്വിഡ് എന്ന് പറയുന്നത് ഒരു മീഡിയം ആണ്, അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത സമയത്ത് എത്രയാണ് ഫോഴ്സ് വരിക എന്നാ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചത് പ്രകാരം എഫ് എയർ ഡിവൈഡഡ് ബൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നാണ്. എയറിലുള്ള കേസ് ഇതാ, 2 ചാർജ് സ്പിയേഴ്സ് എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ഈച്ച് അതർ. നോർമൽ കേസിൽ എത്ര? എഫ് ഫോഴ്സ് ആണ് എക്സേർട്ട് ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 4. ഇത്രയേ ഉള്ളൂ. F/4 ഓപ്ഷനിലുണ്ട്, F/4. ഓക്കെ, ഇനി നോക്ക്, എ ചാർജ് ഓഫ് 6 മൈക്രോകൂളം ഈസ് ടു ബി ഡിവൈഡഡ് ഇൻടു 2. ഓക്കെ, ഒരു 6 മൈക്രോകൂളം ചാർജിനെ ഡിവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈസ് ടു ബി ഡിവൈഡഡ് ഇൻടു 2, രണ്ടെണ്ണം ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് മാക്സിമം. ആ ഒരു കണ്ടീഷനും കൂടി നമുക്ക് നോട്ടിൽ ആഡ് ചെയ്യാം. നോക്ക്, ഇവിടെ ഇപ്പൊ ഈ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ളൊക്കെ കഴിഞ്ഞില്ലേ. കെന്റെ വാല്യൂ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. എയറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ അല്ലെങ്കിൽ നമ്മളെ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇനി മെറ്റൽസ് ആണ് എന്നുണ്ടെങ്കിൽ, മെറ്റൽസിന്റെ കേസ് തന്നെ ആണ്, മെറ്റൽസ് ആണ് എന്നുണ്ടെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും വരിക. ഓക്കെ, ഇനി ബാക്കിയുള്ളതാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും ഫോർ എനി അതർ ഡൈഇലക്ട്രിക് മീഡിയം എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും ഇൻസുലേറ്റേഴ്സിന്റെ കേസ് ആണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഡൈഇലക്ട്രിക് മീഡിയം ഇൻസുലേറ്റർ. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ഡൈഇലക്ട്രിക് മീഡിയം ഇൻസുലേറ്റേഴ്സ് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കെ എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, വാല്യൂ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഐ തിങ്ക് എയറിന്റെയും മെറ്റൽസിന്റെയും കേസ് ആണ് നമുക്ക് മെയിൻലി വരാറുള്ളത്. മറ്റേ വാല്യൂ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 1 ആണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഇനി നമ്മൾ ചാർജ് സ്പ്ലിറ്റ് ചെയ്യുന്നത് കേട്ടോ, ചാർജ് സ്പ്ലിറ്റ് ചെയ്യുന്ന കേസ് ഒന്ന് ഓർത്ത് വെക്കുക. ചാർജ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്പ്ലിറ്റ് ചെയ്ത ചാർജിന്റെ ഇടയിൽ മാക്സിമം ഫോഴ്സ് വേണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ,
ഒരു ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ചാർജിനെ ഞാൻ ക്യൂന്ന് നോട്ട് ചെയ്യുന്നു. ഈ ക്യൂ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ ഇടയിലുള്ള ഫോഴ്സ് മാക്സിമം ആവണം എന്നുള്ള ഒരു കണ്ടീഷൻ കൂടി ക്വസ്റ്റ്യനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓർത്തു വെച്ചോളൂ, ആ ചാർജ് സ്പ്ലിറ്റ് ചെയ്തത് എങ്ങനെയായിരിക്കും? ഹാഫ് ആക്കിയിട്ടായിരിക്കും. ഫോഴ്സ് മാക്സിമം വരണം എന്നുണ്ടെങ്കിൽ ആ ചാർജ് സ്പ്ലിറ്റ് ചെയ്തത് എങ്ങനെയായിരിക്കണം? ഹാഫ് ആക്കിയിട്ടായിരിക്കണം സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അത് നല്ലോണം ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഒന്ന് വേഗം നോക്കി നോക്ക്. A charge of 6 microcoulomb is to be divided into 2. രണ്ടെണ്ണാക്കി ഡിവൈഡ് ചെയ്യണം. The distance between two divided charge is constant. Distance അവിടെ constant ആണ്. The magnitude of divided charges so that the force between them is maximum. അവിടെ ആ കണ്ടീഷൻ കറക്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ്? ഫോഴ്സ് ബിറ്റ്വീൻ ദം ഈസ് മാക്സിമം. മാക്സിമം വന്നു കഴിഞ്ഞാൽ ആ ചാർജ് ഡിവൈഡഡ് ഇൻടു 2, 2 പീസാക്കി ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ചാർജ് 6 മൈക്രോകൂളം അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? Q/2 ആയിട്ടാണ് വരിക. Q/2. ഓക്കെ, ഇവിടെ Q/2 എന്ന് പറയുമ്പോൾ ആരാണ്? 6ന്റെ ഹാഫ് ആണ്. അപ്പൊ 6/2 എന്ന് പറയുമ്പോൾ 3 മൈക്രോകൂളം. ഇവിടെയും 6/2 എന്ന് പറയുമ്പോൾ 3 മൈക്രോകൂളം. പകുതി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഓപ്ഷൻ ഏത് വരും? എ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? Equal charges Q is placed at 4 corners A, B, C, D of a square of length A. ഓക്കെ, ഇപ്പൊ ഒരു സ്ക്വയർ ഉണ്ട് എന്ന് മനസ്സിലായി. അതിന്റെ ലെങ്ത് എ ആണ്. അതിന്റെ 4 കോർണേഴ്സിലായിട്ട് 4 ചാർജും അവര് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അയ്യോ, സ്ക്വയറിന്റെ രൂപമൊക്കെ മാറിയ. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ചെയ്യ്, ഇതൊരു സ്ക്വയർ ആണ്. ഈ വരക്ക് തന്നെ ചെയ്യാം. അത് വരുന്നുണ്ടോ? ഓക്കെ, സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഇനി അതിന് 4 കോർണേഴ്സിലായിട്ട് എ, ബി, സി, ഡി ചാർജ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈക്വൽ ചാർജസ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എ ക്യൂ ആണ് എന്നുണ്ടെങ്കിൽ ബിയും ക്യൂ ആണ്, സിയും ക്യൂ ആണ്, ഡിയും ക്യൂ ആണ്. ഓക്കെ, ഓഫ് എ സ്ക്വയർ ഓഫ് ലെങ്ത് എ. എ ആണ് ലെങ്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ സൈഡിന്റെ ലെങ്ത് പറഞ്ഞിട്ടുള്ളത് ഏതാ? എ ആണ്. സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. The magnitude of force on charge Q placed at the center. അതിന്റെ സെൻട്രൽ ആയിട്ട് ഒരു ചാർജ് വെച്ചിട്ടുണ്ട്. അതിന്മേക്ക് വരുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കാണേണ്ടത്. അപ്പോ നമുക്ക് ഓരോന്നുള്ള ഡിസ്റ്റൻസ് കാണേണ്ടി വരില്ലേ? ആ ഡിസ്റ്റൻസ് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എയിൽ നിന്ന്, ബിയിൽ നിന്ന്, സിയിൽ നിന്ന്, ഡിയിൽ നിന്ന്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. നോക്ക്, പോസിറ്റീവ് ചാർജ് ആണ്. അതായത് ഈക്വൽ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യൂ എന്ന് പറയുന്നതിന് മുമ്പ് നെഗറ്റീവ് എന്നൊന്നും തന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ അതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ലൈക്ക് ചാർജ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജ് ആയി കൺസിഡർ ചെയ്യുന്നത്. എല്ലാം പോസിറ്റീവ് ക്യൂ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതും പോസിറ്റീവ് ക്യൂ അല്ലേ തന്നത്? സെൻട്രലിലുള്ള ചാർജും ഫോഴ്സ് ഓൺ ദ ചാർജ് ക്യൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതും പോസിറ്റീവ് ആണ്. അപ്പോ പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യാണോ റിപ്പൽ ചെയ്യാണോ ചെയ്യാ? റിപ്പൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് എനിക്ക് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഈ എ കാരണമുള്ള ഫോഴ്സ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇതിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത്, എന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് എ പറയും ഇതിന്റെ അടുത്തേക്ക് വരണ്ട, ആ വിട്ടേക്ക് പോയിക്കോന്ന്.
അപ്പൊ എ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഈ ചാർജ് ക്യൂവിനെ ഇങ്ങോട്ട് നീക്കാനുള്ള ഫോഴ്സ് ആണ് എ കൊടുക്കുക. ഓക്കെ, എ കാരണമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്റെ അടുത്തേക്ക് വരണ്ട, റിപ്പൽ ചെയ്ത് പോയിക്കോന്നാണ്. അപ്പൊ ഫോഴ്സ് ദൂരേക്കാണ് അകന്നു പോവുക, അപ്പൊ റിപ്പൽ ചെയ്ത് പോയി. ഇനി സി കാരണമുള്ള ഫോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാർജ് ക്യൂ സിന്റെ അടുത്തേക്ക് വരാൻ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിനെയും റിപ്പൽ ചെയ്ത് കളയും. ഓക്കെ, അപ്പൊ ദാ സി കാരണമുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ ദാ എഫ് സി. ക്ലിയർ ആണോ? ഇനി ഇതും ക്യൂ ആണ്, ഇതും ക്യൂ ആണ്, രണ്ടും പോസിറ്റീവ് ആയത് കാരണം റിപ്പൽഷൻ ആണ്. അപ്പൊ ബി കാരണമുള്ള ഫോഴ്സ് നോക്കുന്ന സമയത്ത് ഈ ചാർജ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞ് അതിനെ അകറ്റി നിർത്തും. അപ്പൊ അത് കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടാണ്. അകറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഡ്യൂ ടു ബി. ഓക്കെ, അടുത്തത് ഡി കാരണമുള്ള ഫോഴ്സ് നോക്കുമ്പോ അതും എന്താണ് വരിക? അടുത്തേക്ക് വരണ്ട, അകറ്റി നിർത്തും. അപ്പൊ ഡി ഇങ്ങോട്ട് പോയിക്കോന്ന് പറഞ്ഞുകാണ്ട് ഇങ്ങോട്ടാണ് തള്ളിവിടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഫോഴ്സ് ഡ്യൂ ടു ഡി വരുന്നത്. അപ്പൊ ഇവിടെ സിയും എയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ല, ഓപ്പോസിറ്റ് ആണ്. ബിയും ഡിയും ഓപ്പോസിറ്റ് ആണ്, അത് മനസ്സിലായി. ഇനി ഏത് ഭാഗത്തെയും ഫോഴ്സ് കാണുമ്പോ നോക്ക്, കോൺസ്റ്റന്റ് ആരുണ്ടാവും? കെ ഉണ്ടാവും അല്ലെ? കോൺസ്റ്റന്റ് ആരുണ്ടാവും? കെ ഉണ്ടാവും. എല്ലാ ഭാഗത്തും നമ്മളുടെ എഫ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു കെ ക്യൂ എന്നല്ലേ? Q1 Q2/r² അല്ലേ? അതിൽ കോൺസ്റ്റന്റ് എല്ലായിടത്തും കെ ആയിരിക്കും. പിന്നെ രണ്ട് ചാർജാ വരുന്നത്. ഇവിടെ ബിയും ഈ ക്യൂവും തമ്മിലുള്ള ചാർജ് നോക്കുമ്പോൾ ക്യൂ ക്യൂ, ഇവിടെയും അതന്നെയല്ലേ മാഗ്നിറ്റ്യൂഡ്? ക്യൂ ക്യൂ, രണ്ട് ചാർജ് ക്യൂ ക്യൂ, ഇവിടെയും രണ്ട് ചാർജ് ക്യൂ ക്യൂ, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഡയഗണൽസ് വിൽ ബൈസെക്ട് ഈച്ച് അതർ. ഡയഗണൽസ് അവർ ഈക്വലി ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. ഈക്വലി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഇതിനൊരു വാല്യൂ എക്സ് എന്ന് കൊടുത്താൽ ഇവിടെയുള്ള ഡിസ്റ്റൻസും എക്സ് തന്നെ ആയിരിക്കും, ഇവിടെയുള്ള ഡിസ്റ്റൻസും എക്സ് തന്നെ ആയിരിക്കും, ഇവിടെയുള്ള ഡിസ്റ്റൻസും എക്സ് തന്നെ ആയിരിക്കും. അപ്പൊ ഡിസ്റ്റൻസ് വരുന്നത് എക്സ് സ്ക്വയർ എന്നാണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് വൈസ് എന്താണ്? എല്ലാ ഭാഗത്തും ഉള്ള ഫോഴ്സ് എന്താണ്? സെയിം ആണ്. പിന്നെ ഡയറക്ഷൻ വൈസ് നമ്മൾ നോക്കിയപ്പോ അത് ഓപ്പോസിറ്റും ആണ്. അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആരൊക്കെ? ആദ്യം എഫ് എയും എഫ് സിയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. പിന്നെ എഫ് ബിയും എഫ് ഡിയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് പോവില്ലേ? സോ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഫസ്റ്റത്തെ രണ്ടെണ്ണം പരസ്പരം ക്യാൻസൽ ചെയ്ത് പോയി, അടുത്ത രണ്ടെണ്ണം പരസ്പരം ക്യാൻസൽ ചെയ്ത് പോയി. സോ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സ്ക്വയറിന്റെ കേസ് വരുന്ന സമയത്ത് സെയിം ചാർജ് ആണ് കോർണേഴ്സിൽ വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സെന്ററിൽ 0 ആയിരിക്കും എന്നുള്ളത് അങ്ങോട്ട് ഓർത്ത് വെക്കുക. വെറുതെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി എ ചാർജ് Q/2, അതിൽ ഡിസ്റ്റൻസ് മാറ്റണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറും കേട്ടാ. അവിടെ ക്യാൻസൽ ആയി പോകുന്നില്ല, അതിനനുസരിച്ച് ഡിഫറൻസ് വരും, അത് ഓർക്കുക. ഇവിടെ സ്ക്വയർ ആണ്, ഡിസ്റ്റൻസ് സെയിം ആണ് എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ, അതായത് സെൻട്രലാണ് പ്ലേസ് ചെയ്തത് എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ കാരണമാണ് നമ്മൾ അങ്ങനെ എടുത്തത്. എ ഫോഴ്സ് Q/2 is lying at a distance x from one of the two similar charges Q separated by a distance r. Okay, അപ്പൊ അവര് പറയുന്നുണ്ട് രണ്ട് ചാർജ് ഉണ്ട്. ഏതൊക്കെ ചാർജസ്? എ ചാർജ് Q/2 സെപ്പറേറ്റഡ് ടു ചാർജസ്, ടു സിമിലർ ചാർജസ് ആണ്. അപ്പൊ രണ്ടും ഞാൻ പോസിറ്റീവ് Qn ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ട് സിമിലർ ചാർജസ് ഉണ്ട്. അതിന്റെ ഇടയിൽ Q/2 എന്ന് പറയുന്ന ഒരു ചാർജ് വെക്കുന്നുണ്ട് എക്സ് ഡിസ്റ്റൻസിൽ. അല്ല, സെപ്പറേറ്റഡ് ഇവരെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് r ഡിസ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ്. ഇനി Q/2 വെക്കുന്നത് എക്സ് ഡിസ്റ്റൻസിലാണ്. ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ ചാർജ് വിൽ ബി 0. നെറ്റ് ഫോഴ്സ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആലോചിച്ചോ. നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞ ഇവര് തന്ന കണ്ടീഷൻ പ്രകാരം നെറ്റ് ഫോഴ്സ് 0 എന്നല്ലേ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ബൈ ചാർജ് എന്നാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അവിടെ 0 ആവൂലേ? അതായത് നമ്മളുടെ ന്യൂട്രൽ പോയിന്റ് ആണ് ആ സാധനം എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇവിടെ ഫോഴ്സ് ആണെന്നേ തന്നിട്ടുള്ളൂ. ഫോഴ്സ് തന്നാ അവിടുന്ന് മനസ്സിലാക്കുക ഇലക്ട്രിക് ഫീൽഡ് 0. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പഠിച്ച കണ്ടീഷൻ ഇല്ലേ, ലൈക്ക് ചാർജ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ അങ്ങനെ പോയിന്റ് വാല്യൂ തന്നിട്ടില്ല അല്ലെ?
രണ്ടും സെയിം അല്ലേ വാല്യൂ തന്നിട്ടുള്ളത്? അപ്പൊ ഞാൻ ഒരു ഭാഗത്ത് ജസ്റ്റ് അത് നോക്കണ്ട, ഈ കണ്ടീഷൻ ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് നേരിട്ട് കൊടുക്കാം. കാരണം ഇവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് എടുത്തേക്ക് വരുവോ ദൂരേക്ക് പോവുക എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. മാഗ്നിറ്റ്യൂഡ് രണ്ടിന്റെയും ചാർജ് സെയിം ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ നേരെ കണ്ടീഷനിലേക്ക് പോവാ. നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നെറ്റ് ഫോഴ്സ് 0 എന്നാണ്. ഫോഴ്സ് 0 ആവണം എന്നുണ്ടെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കൊടുക്കുക. F1 ഈക്വൽ ടു F2. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് എക്സ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് ഇതാ, ഈ ഡിസ്റ്റൻസ് കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും വരിക? ആർ മൈനസ് എക്സ് ആവും വരിക. ഇത് ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്താവും? ആർ മൈനസ് എക്സ് ആവും വരിക. ഇനി നേരെ നമ്മളുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഫോഴ്സ് ആവുമ്പോൾ എന്താണ്? കെ, കോൺസ്റ്റന്റ് കെ. Q1 Q2, ഇവിടെ Q1 കെ വരും. Q1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ Q, Q2 എന്ന് പറയുന്നത് Q/2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ഈക്വൽ ടു കെ. Q1 എന്ന് പറയുന്നത് Q, Q2 എന്ന് പറയുന്നത് Q/2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ മൈനസ് എക്സിന്റെ ഹോൾ സ്ക്വയർ. എന്ത് സംഭവിക്കും? മേലുള്ള ടേംസ് കംപ്ലീറ്റ്ലി കട്ടായി പോയി. അപ്പൊ 1/x സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/r മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, ദെൻ നമുക്ക് എക്സിന്റെ വാല്യൂ കാണുക എന്നുള്ളതാണ് അല്ലെ. ഏതിന്റെ വാല്യൂ കാണേണ്ടത്? ഇഫ് ദ വാല്യൂ ഓഫ് എക്സ് ഈസ്, ഓക്കെ, എക്സിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ആദ്യം എന്താ, ഈ ആർ മൈനസ് എക്സിനെ ഇങ്ങോട്ട് എടുത്താൽ മതി. ആർ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1. ഇതെന്താണ്? ഹോൾ സ്ക്വയർ ആണ് വരിക. ആർ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സ്ക്വയർ അപ്പുറത്തേക്ക് പോയാൽ റൂട്ട് ആവും. സോ ആർ മൈനസ് എക്സ് ഈക്വൽ ടു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു √1 എന്ന് വരും. √1 എന്ന് പറഞ്ഞാൽ 1 ആയി. ആർ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 1x എന്ന് വരും. ഓക്കെ, ഈ മൈനസ് എക്സിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ആർ ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് എന്ന് വരും. സോ ആർ ഈക്വൽ ടു 2x. നമ്മളിവിടെ എക്സിന്റെ വാല്യൂ കാണാൻ പറഞ്ഞേ. എക്സ് ഈക്വൽ ടു r/2. ഓപ്ഷൻ ബി വരും. എക്സ് ഈക്വൽ ടു r/2. ചെയ്യുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേ വേഗം. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ്. The magnitude of point charge due to which the electric field 30 centimeter away has the magnitude 5 Newton per coulomb will be. The magnitude of ചാർജിന്റെ വാല്യൂ ആണ് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഒരു ചാർജ് ഉണ്ട്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. To which the electric field 30 centimeter away has the magnitude 5 Newton per coulomb. അതായത് ഒരു ചാർജ് ഉണ്ട്, ഈ ചാർജിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. ഇതാണ് നമ്മളുടെ പോയിന്റ് ചാർജ്. ഓക്കെ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. ഡ്യൂ ടു വിച്ച് ദ ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എത്ര ദൂരത്ത്? 30 സെന്റിമീറ്റർ എവയില് ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ടുണ്ട്. ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പൊ ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഹാസ് ദ മാഗ്നിറ്റ്യൂഡ് 5 ന്യൂട്ടൺ പെർ കൂളം. ഓക്കെ, 5 ന്യൂട്ടൺ പെർ കൂളം ആണ് ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യൂവിന്റെ വാല്യൂ കാണുക ഈസി ആണല്ലോ. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ? കൂളംസ് ലോ പ്രകാരം 1/4πε0 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ അവിടുത്തെ പോയിന്റ് ചാർജ്, ഇൻറ്റു പോയിന്റ് ചാർജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മൾ 1/4πε0 എന്നുള്ളതിന്റെ വാല്യൂ നമുക്കറിയാം 9 × 10⁻⁹ ഇൻറ്റു ചാർജ് എന്നുള്ളത് ഏതാണ്? ഓക്കെ, ഒരു ചാർജ് Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. 30 സെന്റിമീറ്റർ ആവുമ്പോൾ 30 × 10⁻⁻², അതിന്റെ സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 9 × 10⁻⁹ ഇൻറ്റു Q. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ അറിയോ?
ഈ 3നെ 3 സ്ക്വയർ എന്നാക്കിയ സുഖമായില്ലേ? 30 എന്നുള്ളത് 3 എന്നാക്കുക. 3 ഇൻറ്റു 10⁻⁻1 എന്നല്ലേ വരിക അപ്പൊ? ഓക്കെ, ഇങ്ങോട്ട് പോയിന്റ് ചാർജ് ചെയ്താല് വാല്യൂ കുറക്കുക, അപ്പൊ -1 ആവും. -2 ഉള്ളത് എന്താണ്, മാഗ്നിറ്റ്യൂഡ് കുറക്കുക. 1 എന്നുള്ളത് 2 എന്നുള്ളത് 1 ആയി മാറി. സ്ക്വയർ. ഓക്കെ, ഇനി നോക്ക്, 9 ഇൻറ്റു 10⁻9 ഇൻറ്റു ക്യൂ വരുന്നുണ്ട്, ഡിവൈഡഡ് ബൈ 3ന്റെ സ്ക്വയർ പറയുമ്പോൾ 9 ആണ്, ഇൻറ്റു 10⁻−1ന്റെ സ്ക്വയർ പറയുമ്പോൾ 10⁻². 9 ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് തന്നിക്കണല്ലോ അല്ലെ, 5 N/Coulomb. ഇനി ഈ 5ന്റെ അടുത്ത് ആരെടുക്കുക? 10⁻² ഇങ്ങോട്ട് വന്ന്, ഈ 10⁻²നെ ഇങ്ങോട്ട് എടുത്ത്, ഈ 10⁻9 ഇങ്ങോട്ട് വരും, താഴേക്കും വരും. ഈസ് ഈക്വൽ ടു ക്യൂ. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂവിന്റെ വാല്യൂ കിട്ടും. ക്യൂ ഈക്വൽ ടു 5 ഇൻറ്റു 10⁻² - 9. സോ 5 ഇൻറ്റു 10⁻11 വരും. ഓപ്ഷനിലേതാ? ഓപ്ഷൻ സി, 5 ഇൻറ്റു 10⁻11 കൂളം. ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കാണാൻ പറഞ്ഞത്. സോ അത് കണ്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 charges +4 microcoulomb and +6 microcoulomb are placed 20 centimeter apart. The net electric field at the midpoint between 2 charges. വേഗം കണ്ടോളൂ. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 2 ചാർജസ് ആണ്, +4 +8. അപ്പൊ ഇതാ ഫിഗർ വരക്കണം എന്നുണ്ടെങ്കിൽ ഇതാ +4 microcoulomb ഉണ്ട്, +8 microcoulomb ഉണ്ട്. രണ്ടും കൂടി കീപ്പ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ മിഡ് പോയിന്റ്, കറക്റ്റ് മിഡ് പോയിന്റിലുള്ള ഈ ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ വേഗം കാണാം നമുക്ക്. ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് കാണുന്ന സമയത്ത് നമുക്കറിയാം രണ്ടിലും കോൺസ്റ്റന്റ് ഉണ്ട്, അപ്പൊ രണ്ടും K വരും. ഓക്കെ, പിന്നെ വരുന്നത് രണ്ടിലും കോൺസ്റ്റന്റ് ഉണ്ട്, രണ്ടും K കൊടുത്തു. ചാർജ് വരുന്നത് ഒന്ന് 4ഉം ഒന്ന് 8ഉം ആണ്, അതും കിട്ടി. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മിഡ് പോയിന്റ് ആവുമ്പോൾ നമുക്കറിയാം ഇത് 10 വരും, അപ്പൊ ഇതും 10 ആണ്. അപ്പൊ ചാർജും സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയത് ആരതാവും? സിമിലർ ചാർജ് ആണ്, വലിയ വാല്യൂ ആരതാവും വരിക? 8ൻ്റെതാവും വരിക. ഇതിന് ഞാൻ E1 എന്ന് കൊടുത്തു, ഇത് E2 എന്നും കൊടുത്തു. അപ്പൊ വലുത് മൈനസ് ചെറുത് ചെയ്യണ്ടേ? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ വലുത് മൈനസ് ചെറുത് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുമ്പോൾ E2 - E1. ഓക്കെ, ഇനി നോക്കിക്കോ, E2 എന്ന് പറയുന്നത് 9 ഇൻറ്റു നമ്മളുടെ കോൺസ്റ്റന്റ് 9 ഇൻറ്റു 10⁻9 ഉണ്ടാവും കോൺസ്റ്റന്റ്, മൈനസ് E1 എന്ന് പറയുമ്പോഴും ആ കോൺസ്റ്റന്റ് ഉണ്ടാവും. ചാർജ് എന്ന് പറയുന്നത് 4 microcoulomb, 4 ഇൻറ്റു 10⁻6 വരും. ഇവിടെ അത് E2 ആണല്ലോ അല്ലെ. സോ 8 ഇൻറ്റു 10⁻6 വരും. E1 എന്ന് പറയുന്നത് 4 ഇൻറ്റു 10⁻6 വരും, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 അല്ല 10. 10 സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. സോ മീറ്റർക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻² ഹോൾ സ്ക്വയർ. ഇവിടെ അതേപോലെ 10 ഇൻറ്റു 10⁻² ഹോൾ സ്ക്വയർ. ഓക്കെ, K കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് പോന്നോട്ടെ. ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10⁻6 കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് പോന്നോട്ടെ. പിന്നെ വരുന്നത് എന്താ? 10 ഇൻറ്റു 10⁻² ഹോൾ സ്ക്വയർ. ആ 10 ഇൻറ്റു 10⁻² എന്നുള്ളതിന് 10⁻1 എന്ന് കൊടുത്തൂടെ? അപ്പൊ 10⁻1 ഹോൾ സ്ക്വയർ എന്ന് വരും. പിന്നെ നമുക്ക് ബാക്കി വരുന്നത് ഒരു 8 - 4 ആവും. ഓക്കെ, K എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് വാല്യൂ കൊടുക്കുമ്പോൾ 9 ഇൻറ്റു 10⁻9 ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ 10⁻² വരും. 8 - 4 എന്ന് പറയുമ്പോൾ 4 വരും. സോ ആൻസർ ചെയ്ത് കൊടുക്കുമ്പോൾ 4 ഇൻറ്റു 9 ദാറ്റ് മീൻസ് 36 ഇൻറ്റു 10⁻9 ഉണ്ട്, -6 ഉണ്ട്, -2 മേലേക്ക് വന്നു കഴിഞ്ഞാൽ +2 ആവും.
സോ 36 ഇൻറ്റു 10⁻⁻6 എന്ന് വരുമ്പോൾ 3 വരും, 3 എന്ന് പറയുമ്പോൾ 2 വരും, അല്ല 5. സോ 10⁻5. 36 ഇൻറ്റു 10⁻5. ഓപ്ഷൻ നോക്കി നോക്ക്, 3.6 ആണ്. ആ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ എന്ത് കൊടുത്തു? 3.6 ഇൻറ്റു 10⁻, വാല്യൂ കൂട്ടണ്ടേ? 5 എന്ന് പറയണത് കൂട്ടിക്കഴിഞ്ഞാൽ എന്തെന്ന് വരും? 6 എന്ന് വരും. നേരത്തെ ഓർമ്മയില്ലേ? -2 എന്ന് പറയണത് വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ -1 വരും. ഇനി ന്യൂട്ടൺ പെർ കൂളം, ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ന്യൂട്ടൺ പെർ കൂളം എന്ന് കൊടുത്തു. ഇനി ഇതിന്റെ ഡയറക്ഷൻ ഒന്ന് ശ്രദ്ധിക്കണം അല്ലേ? ഓക്കെ, ഇപ്പൊ ഡയറക്ഷൻ എന്ന് പറയണത് ഏതാണോ വലുത് അതിന്റെ ഡയറക്ഷന് ഈക്വൽ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയണത് എന്തായിരിക്കും? സെയിം ടു ലാർജ് ചാർജ്. ലാർജ് ചാർജിന്റെ അവിടെയുള്ള ഡയറക്ഷൻ എന്താണോ വരിക അതിന് ഈക്വൽ ആയിരിക്കും എന്ത് വരിക? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ നമ്മൾ എടുത്ത സമയത്ത് ഇവിടെ +4 ആയിരുന്നു, ഇവിടെ +8 ആയിരുന്നു. ഓക്കെ, ഇനി പോസിറ്റീവ് എന്ന് പറയുമ്പോൾ പോയിന്റ് ഇവിടെയാണ്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ പോയിന്റിന് അടുത്തേക്കല്ല വരിക, പോയിന്റിന്ന് അകന്നു പോകും. ഇതല്ലേ വലിയ ചാർജ്? അപ്പൊ വലിയ ചാർജിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. എങ്ങോട്ട്? +4ന്റെ അടുത്തേക്ക്. അപ്പൊ ടുവാർഡ്സ് +4 മൈക്രോ കൂളം. അപ്പൊ 3.6 ഇൻറ്റു 10⁻6 ടുവാർഡ്സ് +4. ഓപ്ഷൻ എ. കറക്റ്റ് ഓപ്ഷൻ ഏത് വരും? എ വരും. ഓക്കെ, നെക്സ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, ഒരു 2 മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. 2 point charges 20 microcoulomb and 80 microcoulomb are 15 centimeter apart. Where will the electric field strength be 0 on the line joining the charges from 20 microcoulomb? വേഗം കണ്ടോ, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. സെയിം ആണ് ചാർജ്, +20 +80 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ രണ്ടിന്റെ ഇടയിലായിരിക്കും പോയിന്റ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറുതിന്റെ അടുത്തേക്കായിട്ടാണ് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. ആ ചെറിയ ഡിസ്റ്റൻസിനെ നമ്മൾ x എന്ന് മാർക്ക് ചെയ്യുക. ടോട്ടൽ ഡിസ്റ്റൻസ് 15 എന്ന് തന്നിക്കണ്. അപ്പൊ മറ്റേത് 15 - x വരും. q1/x1² ഡിവൈഡഡ് ബൈ q2/x2². ആ കണ്ടീഷൻ യൂസ് ചെയ്താൽ മതി. k ഒക്കെ എന്തായാലും ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, രണ്ട് ചാർജ് ആണുള്ളത്. ഒന്ന് 20 മൈക്രോ കൂളം, രണ്ടാമത്തേത് 80 മൈക്രോ കൂളം.
സെയിം ചാർജ് ആയത് കാരണം ഇൻ ബിറ്റ്വീൻ ആണ് പോയിന്റ് വരിക എന്ന് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ചെറുതിന്റെ അടുത്തേക്ക് വേണം പോയിന്റ് മാർക്ക് ചെയ്യാൻ. സോ ഇതാണ് എക്സ്, ടോട്ടലി 15 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് 15 മൈനസ് എക്സ്. വേഗം കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് പറയുമ്പോൾ രണ്ടെണ്ണം ഈക്വൽ ആയിരിക്കും. E1 E2ക്ക് ഈക്വൽ ആവണം, 0 വരണം എന്നുണ്ടെങ്കിൽ. കോൺസ്റ്റന്റ് കെ, ഇവിടെയും കോൺസ്റ്റന്റ് കെ, അതെന്തായാലും കട്ടായി പോകും. ചാർജ് എന്ന് പറയുന്നത് എന്താണ്? 20 × 10⁻⁶. ഇവിടെ എന്ത് വരും? 80 × 10⁻�6. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 15 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു കെയും ക്യാൻസൽ ചെയ്ത് പോയി. 10⁻⁶, 10⁻⁶ ക്യാൻസൽ ചെയ്ത് പോയി. 20 കട്ട് ചെയ്യുന്ന സമയത്ത് 20ൽ 20 ഒരു തവണ, 80ൽ 20 4 തവണ. ഓക്കെ, ഇനി നേരെ കൊടുക്കുക. ഇത് 1/x² എന്ന് വരും. ഈസ് ഈക്വൽ ടു ഇത് 1/15 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി നേരെ എന്ത് ചെയ്യുക? ഇതിനങ്ങോട്ട് എടുക്കുക. അപ്പൊ 15 മൈനസ് എക്സ്, അതിന് സ്ക്വയർ ഉണ്ട്, എക്സിനും സ്ക്വയർ ഉണ്ട്. സോ ഓൾ ടുഗദർ സ്ക്വയർ എന്ന് കൊടുക്കുക, ഈക്വൽ ടു 1. 15 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു √1, അതായത് 1 എന്ന് വരും. ഓക്കെ, ദെൻ ഈ എക്സിനെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 15 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 1x. മൈനസ് എക്സ് അപ്പുറത്തേക്ക് പോയാൽ 15 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് എന്ന് വരും. ഫോർ ആണല്ലോ അല്ലേ? ഓക്കെ, ഇവിടെ 4 ഉണ്ട്. 4 എന്ന് വരും. ദിസ് ഈസ് √4. ആൻസർ 2 എന്ന് വരും. ഇത് 2x, ഇവിടെ 2x പ്ലസ് എക്സ്, മുന്നേ ചെയ്ത തന്നെ 3x എന്ന് വരും. 15/3 ഈക്വൽ ടു എക്സ്. എക്സിന്റെ വാല്യൂ 5 എന്ന് വരും. 5 വെച്ചിട്ട് നോക്കുമ്പോ 0.05 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ്, a charged particle of mass 3 × 10⁻³ kilogram and charge 7 × 10⁻⁶ coulomb enters in an electric field of 8 volt per meter, comma, then its kinetic energy after traveling a distance of 1 meter. Kinetic energy അതിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. എന്താണ് കൈനറ്റിക് എനർജിന്റെ ആ ഒരു റിലേഷൻ വരുന്നത് എന്നുള്ളത്. ഓക്കെ, നോക്കിക്കോളൂ. ഫസ്റ്റ് കൈനറ്റിക് എനർജി, വെലോസിറ്റി, ആക്സിലറേഷൻ, ഈ 3 കാര്യങ്ങൾ ഇവിടെ പറയാട്ടാ. ഒന്ന് ആക്സിലറേഷന്, രണ്ടാമത്തത് വെലോസിറ്റി, മൂന്നാമത്തത് കൈനറ്റിക് എനർജി. ഓക്കെ, 3ഉം കൂടി നമുക്ക് ഒരൊറ്റ ഒന്നിൽ പറയാം. ശ്രദ്ധിച്ചോ? ഓക്കെ, ഒരു ചാർജ് നോക്കിക്കോ. 2 ചാർജ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു ചാർജ്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. എന്നിട്ട് ഞാൻ ഇതില് പോസിറ്റീവ് ചാർജ് ആണ്, ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാ വരിക? എന്താ, ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരിക. പോസിറ്റീവ് ചാർജ് ആണ് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ചാർജ് നെഗറ്റീവിലേക്ക് പോകും. അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരും. നെഗറ്റീവ് ചാർജ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ചാർജ് ഇങ്ങോട്ട് പോസിറ്റീവിലേക്കാ വരിക. അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരും. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എഫ് ഈക്വൽ ടു ക്യു ഇ എന്നല്ലേ? ക്യു ഈക്വൽ ഇ ഈക്വൽ ടു F/Q ആണ്. അപ്പൊ എഫിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്താണ്? QE എന്ന് കിട്ടി. ഓക്കെ, ഇനി നോക്ക്, എഫിന്റെ ഇക്വേഷൻ MA എന്നല്ലേ?
MA ഈക്വൽ ടു QE. അപ്പൊ എന്റെ ആക്സിലറേഷന്റെ ഇക്വേഷൻ അവിടുന്ന് കിട്ടി. ആക്സിലറേഷൻ ഈക്വൽ ടു QE ബൈ M. പഠിച്ചു വെക്കേട്ടാ. ഓക്കെ, QE ബൈ M. അതും റെഡിയായി. ഇനി അടുത്തത് നമുക്ക് വെലോസിറ്റി കാണണം. വെലോസിറ്റി കാണുന്ന സമയത്ത് ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വെലോസിറ്റി കാണുമ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ? V² ഈക്വൽ ടു U² പ്ലസ് 2AC യൂസ് ചെയ്യാം. ഓക്കെ, V എന്ന് പറയുന്നത് എന്താണ് കാണാനുള്ളത്? ഈസ് ഈക്വൽ ടു U എന്ന് പറയുന്നത് ഇനീഷ്യലി ചാർജ് റെസ്റ്റിൽ 0 കൊടുക്കുന്നു, പ്ലസ് 2 A എന്ന് പറയുന്നത് എന്താ? QE ബൈ M ഇൻറ്റു S. ഓക്കെ, ഒന്നിക്ക് നിങ്ങൾ ഈ V² എന്ന് പറഞ്ഞാണ് അതിന്റെ ഇക്വേഷൻ നേരിട്ട് പഠിക്കുക. അതാവും നല്ലത്. റൂട്ട് ഇട്ട് പഠിക്കണേലേറെ നല്ലത് V² ഈക്വൽ ടു എന്ത് എന്നാണ്? 2QE ബൈ M ഇൻറ്റു എക്സ്. എക്സ് എന്നാണ് ഇക്വേഷനിൽ വരുന്നത്. ഈ എസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണെന്നുള്ളത് ഒന്ന് ഓർത്താൽ മതി. എക്സ് മതിയില്ലേ? എക്സ് മതി. ഓക്കെ, എസിന് പകരം നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നത്. അപ്പൊ ഈ V² ഇക്വേഷന് V എന്ന് പറയുമ്പോൾ അതിന്റെ റൂട്ട് എടുത്താൽ മതി. വാല്യൂ കണ്ടതിന് ശേഷം അപ്പുറത്തേക്ക് റൂട്ട് എടുക്കുക. ഓക്കെ, V² ഇക്വേഷൻ കിട്ടി. കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താ? ഹാഫ് mv² എന്നാണ്. ഇനി അത് കൊടുക്കുമ്പോൾ നോക്ക്, ഹാഫ് അതുപോലെ ഇട്ടു, M അതുപോലെ ഇട്ടു, V² പകരം 2QE ബൈ MX. അപ്പൊ M ക്യാൻസൽ ചെയ്ത് പോയി, 2 ക്യാൻസൽ ചെയ്ത് പോയി. സോ കൈനറ്റിക് എനർജിന്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? QE ബൈ X എന്ന് വരും. അല്ല സോറി, ബൈ അല്ല, ഇൻറ്റു. ഓക്കെ, ഓർത്ത് വെച്ച ചാർജും ഇലക്ട്രിക് ഫീൽഡും. ഞാൻ നോട്ട് ഷെയർ ചെയ്ത് തരണ്ട്, അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇപ്പൊ നോക്ക്, എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓഫ് മാസ് 3 × 10⁻³ കിലോഗ്രാം ആൻഡ് ചാർജ്. മാസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാ തന്നെന്ന് ആദ്യം നോക്കാം. മാസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 3 × 10⁻³ കിലോഗ്രാം. ചാർജ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 7 × 10⁻⁶ കൂളം. enters into an electric field തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 8 V/m. then its kinetic energy. kinetic energy ആണ് കാണേണ്ടത്. ആഫ്റ്റർ ട്രാവലിംഗ് എ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ x, അത് 1 മീറ്റർ ആണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ തന്നിക്കണം. ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ പോരെ? കഴിഞ്ഞ ക്വസ്റ്റ്യന് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉണ്ട്, QEX. Q 7 × 10⁻⁶ E 8 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 1. അപ്പൊ മാസ് വെറുതെ 7 × 8 56 ഇൻറ്റു 10⁻⁶. 56 ഇല്ല, 5.6 ആണുള്ളത്. അപ്പൊ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? വാല്യൂ കൂട്ടി കൊടുക്കണം. നെഗറ്റീവിന്റെ വാല്യൂ കൂടുമ്പോ എങ്ങോട്ട് വരും? 10⁻⁵ വരും. ഓക്കെ, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വാല്യൂ കൂട്ടി കൊടുക്കുക. നെഗറ്റീവിന്റെ വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ -6 -5 -4 അങ്ങോട്ടാണ് കൂടുക. ഓക്കെ, ഇവിടെ ഉണ്ട്. ഓക്കെ, നോക്ക് നെക്സ്റ്റ്. എ ചാർജഡ് പാർട്ടിക്കിൾ ഓഫ് മാസ് 4 × 10⁻⁵ കിലോഗ്രാം ഈസ് ഹെൽഡ് സ്റ്റേഷനറി in space by placing it in an electric field strength of 10⁻⁷ Newton per coulomb directed vertically downward. The charge on the particle is. അപ്പൊ പറഞ്ഞിട്ടുള്ളത് പ്രകാരം എ ചാർജഡ് പാർട്ടിക്കിൾ, ഒരു ചാർജഡ് പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, അതിന്റെ ചാർജ് ഞാൻ Q എന്നെടുത്തു. അതിന്റെ മാസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 4 × 10⁻⁵ കിലോഗ്രാം ആണ്. ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്? ഈസ് ഹെൽഡ് സ്റ്റേഷനറി ഇൻ സ്പേസ്. അപ്പൊ സ്പേസിൽ ഇങ്ങനെ ഹെൽഡ് ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ അതിന് മേലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കണം അല്ലെ? അത് ഞാൻ കൊടുത്തു. ഓക്കെ,
ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, Q ഇൻറ്റു ഇ ആണ്. അത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 10⁻⁷ ന്യൂട്ടൺ പെർ കൂളം. ഡയറക്റ്റഡ് വെർട്ടിക്കലി ഡൗൺവാർഡ്. ഇലക്ട്രിക് ഫീൽഡ് വെർട്ടിക്കലി ഡൗൺവാർഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ദ ചാർജ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചാർജ് കാണണം. അപ്പൊ ഇങ്ങനെ ഒരു കേസിൽ നിൽക്കുന്ന സമയത്ത്, സ്പേസിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന് ആരുണ്ടാവും? ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇത് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏത്? QE ഈക്വൽ ടു mg എന്നുള്ളത്. സ്പേസിൽ നിൽക്കുന്ന സമയത്ത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനമാണ് QE ഈക്വൽ ടു mg. അപ്പൊ നമുക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വരണ്ടേ? എഫക്റ്റ് ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വരണം, എന്നാലേ അത് അവിടെ തന്നെ നിൽക്കുള്ളൂ. അവിടെ ഹെൽഡ് ചെയ്ത് നിർത്തിക്കണെന്നാ പറയണത്. അപ്പൊ നമുക്ക് എന്തെന്ന് വരും? QE ആർക്ക് ഈക്വല്? mgക്ക് ഈക്വൽ ആണെന്ന് കിട്ടും. അവിടുന്ന് Q കണ്ടൂടെ? Q ഈക്വൽ ടു എന്തെന്നാണ്? mg ഡിവൈഡഡ് ബൈ E എന്ന് വരും. ഓക്കെ, അപ്പൊ Q ഈക്വൽ ടു m എന്ന് പറയുന്നത് 4 ഇൻറ്റു 10⁻⁻⁵. G എന്ന് പറയുന്നതിന്റെ വാല്യൂ 10 ആക്കിയിട്ട് എടുക്കുന്നത്, ഡിവൈഡഡ് ബൈ E എന്തായിരുന്നു? 10⁻⁷. ഓക്കെ, അപ്പൊ Q ഈക്വൽ ടു 4 ഇൻറ്റു 10⁻⁻⁵ പ്ലസ് 1, 7 മേലേക്ക് വന്നാൽ -7. Q ഈക്വൽ ടു 4 ഇൻറ്റു 10⁻⁻⁵ പ്ലസ് 1 -4 വരും, -7. -1 -7 6 വരും. ഓപ്ഷനിലുണ്ടോ? ആ ഉണ്ട്, 4 വെച്ചിട്ടുണ്ട്. അപ്പൊ 10⁻⁴ ഇൻറ്റു 10⁻⁻⁵ ഇത് എന്ത് വരും? +6 വരും. 6 വന്നു കഴിഞ്ഞാൽ -5 + 6, -5 -6 അല്ലേ? -11 വരും കൂളം. 4 ഇൻറ്റു 10⁻⁻11 കൂളം. 11 മൈക്രോ കൂളമ്പിലാണ് തന്നിക്കണത്. അപ്പൊ ഒന്ന് മാറ്റിയാൽ മതി. Q ഈക്വൽ ടു 4 ഇൻറ്റു 10⁻⁻11 എങ്ങനെ എഴുതാ? -5 ഇൻറ്റു 10⁻⁻6 എന്ന് എഴുതിക്കൂടെ? അപ്പൊ എന്തായി? Q ഈക്വൽ ടു 4 ഇൻറ്റു 10⁻⁵ മൈക്രോ കൂളം. അപ്പൊ വാല്യൂ നമുക്ക് കിട്ടി. ടാസ്ക് ഉണ്ട് 4 ആണ്, ഇത് -4 ആണ്. ഏത് വരും നോക്ക്? ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ചാർജ് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ചാർജ് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഫോഴ്സ് മേലേക്കല്ലേ, അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ചാർജ് ഏതായിരിക്കണം? മൈനസ് ചാർജ് ആയിരിക്കണം. അപ്പൊ എന്താണ്? -4 ആണ് വരിക കേട്ടോ. ചാർജ് ഏതായിരിക്കണം? മൈനസ്, നെഗറ്റീവ് ചാർജ് ആയിരിക്കണം എടുക്കേണ്ടത്. ഓർക്കുക, രണ്ട് വാല്യൂ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചാർജിന്റെ ഏത് ടൈപ്പ് ആണ് എന്നുള്ളത് കറക്റ്റ് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ്. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ഒന്ന് വേഗം റെസ്പോണ്ട് ചെയ്തേ. പത്ത് മണി വരെയാണ്, പക്ഷെ ഈ ഓപ്പോസിറ്റ് ഫോഴ്സ് നെഗറ്റീവ് വരില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 4 അല്ലേ? ഡിസ്കസ് ചെയ്യാം. 10 മണി വരെയാണ് ക്ലാസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇൻ എ റീജിയൻ the intensity of electric field is given by E equal to I plus 2j plus 3k in Newton per coulomb. The electric flux through a surface of, വേഗം കണ്ടോളി, ഫ്ലക്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ യൂസ് ചെയ്തൂടെ? ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താ? ഇലക്ട്രിക് ഫീൽഡും ഇതും തന്നു കഴിഞ്ഞാൽ ഫ്ലക്സ് കാണാനുള്ള 2 ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഗോസസ് ലോ എന്തായാലും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റൂല. സോ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു
അല്ല സോറി, ഫ്ലക്സ് ഈക്വൽ ടു ഇ ഡോട്ട് എസ്. ഫ്ലക്സ് ഈക്വൽ ടു ഇ ഡോട്ട് എസ്. ഡോട്ട് പ്രൊഡക്റ്റ് ഇ എന്ന് പറയുന്നത് എന്താ? ഐ പ്ലസ് 2j പ്ലസ് 3k ഡോട്ട് എസ് എന്ന് പറയുന്നത് 15i. 15i. ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ് ആകുമ്പോൾ A1B1 പ്ലസ് A2B2 പ്ലസ് A3B3. അപ്പൊ 15 ഇവിടെ ഉണ്ട് ഇൻറ്റു 1 പ്ലസ് അടുത്തതിന്റെ 0 ഇൻറ്റു 2 പ്ലസ് അടുത്തതിന്റെ 0 ഇൻറ്റു 3. അതൊന്നും ഇല്ലല്ലോ, അപ്പൊ അത് മുഴുവൻ പോയി. ബാക്കി എന്തെന്ന് വരും? 15 എന്ന് വരും. 15 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. ഓക്കെ, ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, ഇപ്പൊ വരെ. അതിന് മുന്നേ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വേഗം ചെയ്ത് നോക്കിയേ. 2 ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കാണിച്ചു തരാം, ഇതൊന്ന് ചെയ്ത് നോക്കി. ഒരു മിനിറ്റ് മ്യൂട്ട് ചെയ്യട്ടെ. എന്താ ആൻസർ കിട്ടി? ഏതാ ഓപ്ഷന്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയോ? കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞ ഓപ്ഷന്. ആരും ചെയ്ത് നോക്കിയില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ ആൻസർ വേഗം പറ. ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് സർഫസ് at a surface of charged conducting spherical shell of radius r is E. The electric field at a distance 3r by 5 from the center ആലോചിച്ച് നോക്കിയാൽ എന്താണ് സംഭവം? 3r/5 എന്ന് പറയുമ്പോൾ അത് റേഡിയസ് വരുന്നതല്ലേ? റേഡിയസിന്റെ ഇത്ര പോർഷൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഒരു സ്പെരിക്കൽ ഷെല്ലാണ് എടുത്തിട്ടുള്ളത്.
ഓക്കെ. ഈ സ്പെരിക്കൽ ഷെല്ലില് റേഡിയസിൽ ഏതെങ്കിലും ഒരു പോയിന്റിലാവും ആ 3r/5 എന്ന് പറഞ്ഞ സാധനം കിടക്കുന്നത്. അപ്പൊ ഇവിടെ എവിടെയാണ് ആ പോയിന്റ് വരുന്നത് അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് ആവുമ്പോ ഇലക്ട്രിക് ഫീൽഡ് 0 അല്ലേ മക്കളെ? സ്പെരിക്കൽ ഷെല്ലല്ലേ തന്നിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഇൻസൈഡ് ആവുമ്പോ ഇലക്ട്രിക് ഫീൽഡ് സ്പെരിക്കൽ ഷെല്ല് കണ്ടക്ടിങ് സ്പെരിക്കൽ ചാർജഡ് കണ്ടക്ടിങ് സ്പെരിക്കൽ ഷെല്ല് എന്ന് പറഞ്ഞിങ്ങനെ. അപ്പൊ അവിടെ ഇൻസൈഡ് ആവുമ്പോ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ്. Charges on two identical metal balls is Q and 3Q. They are kept at the same distance after an initial contact. What is the ratio of initial to the final force? Okay, ratio കാണാനാണ്, ഒരു പ്രശ്നവുമില്ല. Charges on two identical metal balls is Q. ആ ഒരു ചെറിയ കാര്യം നമുക്ക് സംഭവം പഠിക്കാനില്ല എന്നുണ്ടെങ്കിലും അതിന്റെ ഒരു അപ്ലിക്കേഷൻ എന്നുള്ള രൂപത്തിൽ വരാറുണ്ട്. നമ്മൾ ചാർജിങ് ബൈ ഫ്രിക്ഷൻ പറഞ്ഞു അല്ലെ? എന്ത് ചെയ്യാ? ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാർജ് പോകുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇനി ചാർജിങ് ബൈ കണ്ടക്ഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാല് ഒരു ചാർജഡ് ബോഡീനെ, ഇത് ചാർജഡ് ആയിട്ടുള്ള ബോഡി, ഓക്കെ, ഒരു അൺചാർജഡ് ആയിട്ടുള്ള ബോഡിയുമായിട്ട്, ഇതിൽ ചാർജ് ഇല്ല കേട്ടാ, നോ ചാർജ്, ഓക്കെ, ബോഡിയുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരിക. ഇങ്ങനെ കോണ്ടാക്റ്റിൽ കൊണ്ടുവരിക. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ജസ്റ്റ് ഇത് ഞാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നെന്നുള്ളൂ. ഇതിലൊരു 6 കൂളം ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചാർജ് ഉള്ള ബോഡിയിൽ നിന്ന് ചാർജ് ഇല്ലാത്ത ബോഡിയിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. ഏതുവരെ? രണ്ടും ഈക്വൽ ആവും വരെ മാത്രം ഫ്ലോ ചെയ്യും. ഓക്കെ. അപ്പൊ 3 കൂളം 3 കൂളം ആയി മാറും. ഇനി ഇത് സെപ്പറേറ്റ് ചെയ്യും. ഇറ്റ് വിൽ ബി സെപ്പറേറ്റഡ്. ഇത്ര മനസ്സിലാക്കുക. അത് സെപ്പറേറ്റ് ചെയ്താൽ അതിന്റെ ചാർജ് പോവില്ല എന്നുള്ളതൊന്നുമല്ല, ഇത്രയും മനസ്സിലാക്കുക. അതായത് കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കുക. കോണ്ടാക്റ്റ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ആ രണ്ടെണ്ണം, അതായത് ക്യൂ എന്നുള്ള ചാർജ് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, ക്യൂ എന്നുള്ള ചാർജാണ് ഒന്നിന്റെ തന്നിക്കണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോ, സെപ്പറേറ്റ്ലി നോക്കുമ്പോ ഹാഫ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ. രണ്ടിലും, അതായത് രണ്ടിലും ഈക്വൽ ആയിട്ടാണ് വരിക. ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ. ഈക്വൽ ആവും വരെ ആ ചാർജ് ഫ്ലോ ചെയ്യുള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ചാർജസ് ഓൺ 2 identical metal balls is Q and 3Q. അതിന് ചാർജ് ഉള്ളതായാലും ചാർജ് ഇല്ലാത്തതായാലും ഈക്വൽ വരെയാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോ രണ്ട് after they are kept at the same distance after initial contact. അതായത് ആദ്യം ഇവിടെ Q ഉണ്ട്, ഇവിടെ 3Q ഉണ്ട്. ഓക്കെ. എന്നിട്ട് അവരെ കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നു എന്നാ പറഞ്ഞു. കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നപ്പോ ഇവിടെ ഈ ചാർജ് ഉണ്ട്, ഇവിടെ മറ്റേതും ഉണ്ട്. അപ്പൊ ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഇത് 2Q ആയി മാറും, ഇതും 2Q ആയി മാറും. ഇനി വരെ സെപ്പറേറ്റ് ചെയ്തു. അതേ ഡിസ്റ്റൻസ് തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. ഇവിടെ ഡിസ്റ്റൻസ് 6 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെയും സെയിം ഡിസ്റ്റൻസിൽ തന്നെ വെക്കുകയാണ്. അറ്റ് സെയിം ഡിസ്റ്റൻസ് ആഫ്റ്റർ ഇനീഷ്യൽ കോണ്ടാക്ട് ചെയ്തതിനു ശേഷം സെയിം ഡിസ്റ്റൻസ് മാറ്റുന്നത്. അപ്പൊ എന്തായി? 2Q എന്ന് വന്നു. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇനീഷ്യൽ ടു ദ ഫൈനൽ ഫോഴ്സ്? അതാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് നമ്മള് ഫസ്റ്റത്തെ ഇനീഷ്യല്, ദെൻ ലാസ്റ്റ് വരുന്നത് ഫൈനല്. വേഗം കണ്ടോളി, നേരെ ഇക്വേഷനിൽ കൊടുക്കേണ്ടതേ ഉള്ളൂ. ഇനീഷ്യൽ ടു ഫൈനൽ എന്നല്ലേ പറഞ്ഞിരിക്കണേ. അപ്പൊ ഇനീഷ്യൽ ഡിവൈഡഡ് ബൈ ഫൈനൽ. ഓക്കെ. എന്താണ്? ഫോഴ്സിൻ്റെതാണ്. ഫോഴ്സ് ആവുമ്പോൾ കോൺസ്റ്റന്റ് K ഉണ്ടാവും. രണ്ടിലായാലും കോൺസ്റ്റന്റ് K ഉണ്ടാവും. 1/4πε0.
പിന്നെ Q1 Q2 by R². ഫസ്റ്റത്തേതിന്റെ Q1 Q2 എന്ന് പറയുന്നത് 3Q by R². ഓക്കെ, രണ്ടാമത്തതിന്റെ Q1 എന്ന് പറയുന്നത് 2Q ബൈ ഇൻറ്റു രണ്ടാമത്തെ ചാർജ് എന്ന് പറയുന്നത് Q2 എന്ന് പറയുന്നതും 2Q ഡിവൈഡഡ് ബൈ R². R² കട്ടായി പോയി, K കട്ടായി പോയി, മേലെ 3Q² എന്ന് വരും, താഴെ 4Q² എന്ന് വരും. ഓക്കെ, അതും കട്ടായി പോയി. ഫൈനലി റേഷ്യോ വന്നിട്ടുള്ളത് 3:4. ഓപ്ഷനിലില്ലേ? 3:4. അപ്പൊ കോണ്ടാക്ട് എന്ന് വന്നു കഴിഞ്ഞാൽ, കോണ്ടാക്ട് കഴിഞ്ഞാൽ അവർക്ക് ഈക്വൽ ആയിട്ട്, അതിന് എത്ര ചാർജ് ആവട്ടെ, ചാർജ് ഇല്ലാത്തവരാവട്ടെ, രണ്ടിലും ഈക്വൽ ആയിട്ട് വരും കേട്ടോ. ദ റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്, വീണ്ടും റേഷ്യോ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു പ്രോട്ടോൺസ്, മാഗ്നിറ്റ്യൂഡ് ആണ് എന്നുള്ളത് ഓർക്കുക. ഓഫ് ഡിസ്റ്റൻസ് ആർ. ഓക്കെ, അപ്പൊ 2 പ്രോട്ടോൺ എടുത്തിട്ടുണ്ട്, അതിന്റെ ഇടയിൽ ഡിസ്റ്റൻസ് 6. 2 ഇലക്ട്രോൺ എടുത്തിട്ടുണ്ട്, അതിന്റെ ഇടയിലും ഡിസ്റ്റൻസ് 6. അങ്ങനെയാണെങ്കിൽ ഇവര് തമ്മിലുള്ള റേഷ്യോ ആണ്. എന്തേലും മാറ്റം ഉണ്ടാവുമോ? കാരണം ഇതിൻ്റെതായാലും 1.6 × 10⁻⁻19 ആണ് മാഗ്നിറ്റ്യൂഡ് വൈസ് ചാർജ് വരുന്നത്. നമ്മളവിടെ പ്ലസും മൈനസും എടുക്കൂലല്ലോ. ഇതും തന്നെ 10⁻⁻19 തന്നെയാണ് വരുന്നത്. അപ്പൊ രണ്ടിനും സെയിം ആയത് കാരണം പ്രോട്ടോണിന്റെ ചാർജ് ബൈ ഇലക്ട്രോണിന്റെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം വാല്യൂ ആണ് കിട്ടുക രണ്ടിനും. അപ്പൊ അതായത് 1:1 എന്നുള്ള റേഷ്യോ ആവും വരിക. 1:1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 equal point charges each of 3 microcoulomb are separated by a certain distance in meters if they are located at I plus J plus K and 2I plus 3J plus K. Then the electrostatic force between them. Electrostatic force കാണണം. ഓക്കെ, ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. K, അതായത് 1/4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R² എന്നാണ്. Q1 തന്നിക്കണ്, Q2 തന്നിക്കണ്, പക്ഷെ എന്ത് തന്നിട്ടില്ല? R² തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആ ഡിസ്റ്റൻസ് ഒന്ന് കാണണ്ടേ? അതിന് വേണ്ടിയിട്ടാണ്. എവിടുന്നാണ്? I plus J plus K. ഇത് മുതല് എവിടെ വരെയാണ് വന്നിട്ടുള്ളത്? 2I plus 3J plus K വരെയാണ് അതിന്റെ ചേഞ്ച് അല്ലെ? ആ ഡിസ്റ്റൻസ് ഈസ് ലൊക്കേറ്റഡ് വെച്ച് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുക. ഫൈനല് മൈനസ് ഇനീഷ്യല് 2 - 1 I ക്യാപ്പ് പ്ലസ് 3 - 1 J ക്യാപ്പ് പ്ലസ് 1 - 1 K ക്യാപ്പ്. ഓക്കെ, 2 - 1 എന്ന് പറയുമ്പോൾ 1 വരും, 1 I ക്യാപ്പ് പ്ലസ് 3 - 1 പറയുമ്പോൾ 2 വരും, 2 J ക്യാപ്പ് പ്ലസ് 1 - 1 പറയുമ്പോൾ 0 വരും, 0 K ക്യാപ്പ്. ഓക്കെ, ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ മതി. R ഈക്വൽ ടു എന്താ? √1² പ്ലസ് 2² പ്ലസ് 0². √1 പ്ലസ് 4 എന്ന് വരും. ദാറ്റ് ഈസ് ആൻസർ എന്തെന്ന് വരും? √5. ഓക്കെ, ഞാൻ അത് ഇവിടെ കൊടുക്കുക. നേരെ കൊടുക്കുന്നത് F ഈക്വൽ ടു കോൺസ്റ്റന്റ് K എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ Kന്റെ വാല്യൂ നമുക്കറിയാം, 1/4πε0 ദാറ്റ് ഈസ് 9 × 10⁻⁹ ഇൻറ്റു ചാർജുകൾ ഏതൊക്കെയായിരുന്നു? 3 മൈക്രോകൂളം, 2 ഈക്വൽ ചാർജ് ആണ്. അപ്പൊ രണ്ടും 3 മൈക്രോകൂളം ആണ് വരുന്നത്. അപ്പൊ 3 × 10⁻⁶. വീണ്ടും 3 × 10⁻�6. ഓൾ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, ദാറ്റ് മീൻസ് √5ന്റെ സ്ക്വയർ. F ഈസ് ഈക്വൽ ടു 9 × 9 × 10⁻⁹ -6 പറയുമ്പോൾ -12 ഡിവൈഡഡ് ബൈ √5ന്റെ സ്ക്വയർ പറയുമ്പോൾ 5 വരും. ഓക്കെ, F ഈക്വൽ ടു 9 × 9 എന്ന് പറയുമ്പോൾ 81 ഇൻറ്റു 10⁻9 - 12 എന്ന് പറയുമ്പോൾ -3 വരും, ഡിവൈഡഡ് ബൈ 5. 81/5 50ല് 10 തവണ
സോ 80-ലാവുമ്പോ 6 6.5 വരും. F ഈക്വൽ ടു 16.5 അല്ലേ? ആദ്യത്തെ 10 കൂട്ടിയില്ല. 16.5 ഇൻറ്റു 10⁻³ ഉണ്ടോ? ഇപ്പൊ 0.5 അല്ലല്ലോ, 10 അല്ല. 10 വെച്ചിട്ട് ചെയ്യുമ്പോ 2 ആണ് വരിക. 16.2 ഇൻറ്റു 10⁻³ ഫോഴ്സ് ആണ്, യൂണിറ്റ് ന്യൂട്ടൺ വരും. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നിരുന്നു. അതിന്റെ വാല്യൂടെ അത് ചേഞ്ച് ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ കേട്ടോ. നമുക്ക് നേരിട്ട് ചെയ്യാം, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ ഇതാണോ എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ. സീറോന്നല്ലത് ആണ്. ഓക്കെ, അപ്പൊ നീ വേഗം കൊടുത്തോട്ടാ. നേരെ 3 പോയിന്റ് ചാർജസ് ആണ് ഉള്ളത്. 4Q ഉണ്ട്, പിന്നെ Q ഉണ്ട്, പിന്നെ വേറൊരു Q ഉണ്ട്. ആർ പ്ലേസ്ഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ബേസ് ചെയ്തിട്ടുള്ളത്. ഓഫ് ലെങ്ത് L. ടോട്ടൽ ലെങ്ത് ഇതിന്റെ വരുന്നത് എത്രയാ? L ആണ് വരുന്നത്. അറ്റ് പോയിന്റ്സ് ഫസ്റ്റ് 0-ല്, പിന്നെ L/2-ല്, പിന്നെ L-ല്. The net force on the charge Q is 0. നെറ്റ് ഫോഴ്സ് 0 ആണെന്ന് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Then value of Q. ക്യാപിറ്റൽ Qന്റെ വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സ്മോൾ Qന്റെ ടേംസിലാണ് വരുന്നത്. നേരെ കണ്ടോളി. ഫോഴ്സ് ആവുമ്പോ ആഡ് ചെയ്താൽ പോരെ? 1/4πε0. രണ്ടും കൂടി ആഡ് ചെയ്യാം. ക്യൂയിലേക്കുള്ളതാണ് കാണേണ്ടത്. ഈ ക്യൂയിലേക്ക് നെറ്റ് ഫോഴ്സ് ഓൺ Q is 0. ഈ Q ആണല്ലേ. ഈ ക്യൂയിലേക്കുള്ള ഫോഴ്സ് 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വരണം. ഈ ക്യാപിറ്റൽ Q കാരണമുള്ള ഫോഴ്സും 4Q കാരണമുള്ള ഫോഴ്സും ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാലേ നെറ്റ് ഫോഴ്സ് 0 ആവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടൽ ഫോഴ്സ് 0 എന്നുള്ള കണ്ടീഷൻ കൊടുക്കുന്നത്. കോൺസ്റ്റന്റ് മീൻസ് 1/4πε0. നെക്സ്റ്റ് ഏതാ വരുന്നത്? ചാർജുകള്. ഫസ്റ്റത്തത് ആര് കാരണം? 4Q കാരണമുള്ളത് നോക്കാം. അപ്പൊ 4Q കാരണമുള്ളത് നോക്കുമ്പോ 4Q ഇതിന് ഞാന് ഫോഴ്സ് 1 എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇത് കാരണമുള്ള ഫോഴ്സിന് ഫോഴ്സ് 2 എന്നും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം F1 പ്ലസ് F2 എന്ന് പറയുന്നത് 0 ആണ്. നെറ്റ് ഫോഴ്സ് 0 ആണ് എന്നുള്ളത് കൊടുത്തു. K ഇൻറ്റു 4Q. ദെൻ ഏതിലേക്കാണ്? ഇതിലേക്കാണ് നോക്കുന്നത്, ഈ സ്മോൾ ക്യൂയിലേക്ക്. ഫോഴ്സ് ഓൺ സ്മോൾ Q ഈ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ വരെ ആവുമ്പോ L വരും, L² പ്ലസ് ഇവിടുത്തെ കോൺസ്റ്റന്റ് K. F2 ആണ് രണ്ടാമത്തെ ചാർജ് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ Q. ദെൻ ഏതിലേക്കുള്ളതാ നോക്കണത്? സ്മോൾ ക്യൂയിലേക്കുള്ളത്. അവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ L/2² വരും, ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നോക്ക്, K ഫോർ the Q² ഡിവൈഡഡ് ബൈ L² പ്ലസ് K Q ഡിവൈഡഡ് ബൈ L²/4 എന്ന് വരും. ഓക്കെ, ആദ്യം നമുക്ക് ഈ ടേമിനൊന്ന് അപ്പുറത്തേക്ക് തട്ടാം. അപ്പുറത്തേക്ക് തട്ടുമ്പോൾ അത് നെഗറ്റീവ് ആവൂലേ? സോ ഈക്വൽ ടു -KQ ഡിവൈഡഡ് ബൈ L²/4 വരും. ഇനി കട്ടിങ് അടുത്ത് കെയും കട്ടായി പോയി. പിന്നെ ഈ 4ഉം കട്ടാവും. അത് വേണമെങ്കിൽ ഒന്ന് മേലേക്ക് എടുത്താൽ മതി. L/2² എന്നുള്ളതിന്റെ ആ /2² മേലേക്ക് വരുമ്പോ എന്താവും? ഇൻറ്റു 4 ആയി മാറും. ഓക്കെ, അപ്പൊ 4ഉം കട്ടായി പോയി. L²ഉം കട്ടായി പോയി. ഓക്കെ, പിന്നെ ആര് കട്ടാവും? പിന്നെ ബാക്കിയുള്ളവരെ നോക്കുമ്പോ ഇവിടെ ഒരു Q²ഉം ഇവിടെ ക്യാപിറ്റൽ Q മൈനസ് ഉണ്ട്, ക്യാപിറ്റൽ Q സ്മോൾ Q. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ Q²ഉം ഈ Qവും കട്ടായി പോയി. സോ ക്യാപിറ്റൽ Qന്റെ വാല്യൂ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ക്യാപിറ്റൽ Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈനസ് ഇങ്ങോട്ട് എടുത്താൽ മൈനസ് സ്മോൾ Q. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത് കേട്ടോ, ഓപ്ഷൻ ബി. ഓക്കെ,
ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ എടുക്കാം കേട്ടോ. ഇപ്പൊ ലീവ് ആയിക്കോളൂ.